अन्यमानबलानेका वृषभिर्दैवांस्तिः राजानाविमुखा जन्मजनातं गोविन्दनाम संकीर्तनं गोविन्द गोविन्द जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे ृक्षतिं जगार कृष्णो दुषरां समीक्षरां यथं समालोक्य स्वर्णलक्षणं राज अन्यमानबलानेका वृषभिर्दैवांस्तिः राजानाविमुखा जन्मजनातं सविदस्सदाः कमल कृष्ण अक्षौहिण्यवदोबले युक्तिमरचे सुगमदब्धा सर्वदा सर्वभूपजा भरेत्ने महाभागदोषित सुधरासना अवत्वा समरे कृष्णम् अप्रत्यूह्य च दुःखिमिनि कुण्डनं प्रवेक्ष्यामि सत्यमेतल ब्रवीमिव इत्युक्त्वा रथमारुह्य सारथिं रागसत्वरा चोदया च नेतकृष्ण तस्य मे संयुतं भवेत् अद्याहं निशलर्बाणे गोपालस्य दुर्मदे नेशे वीते मध्यं येन सुधा मे प्रसभं कृता विगत्तमानकुमदरीश्वरस्य प्रमाणगल यथेन ऐक्येन गोविन्दतिष्ठा तिष्ठेति दाहवयं धर्मविगृह्य सुदृढं जग्ने कृष्णं त्रिभिश्रैः आगजातृषणं दिष्टयदून विरवांसना पुत्रयासि सुधा सर्वत्र गोविंद नाम संकीर्तनं गोविंद गोविंद हरे राम 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम राम हरे 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 कृष्ण 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 हरे 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 राम हरे 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 कृष्ण 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 हरे 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 राम राम हरे हरे പുറകിലേക്ക് പോയിരിക്കാം. ഇവിടെ ഇരിക്കുന്നവർ ശ്രദ്ധയോടുകൂടിയിരിക്കണം. അങ്ങനെയല്ലേ വേണ്ടത്? ശരി. നേരത്തെ ഇവിടെ ഇരുന്നവർക്ക് ഓർമ്മയുണ്ടായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് ആ ഭാഗം നമ്മൾ വായിക്കും. ആ സമയത്ത് വിവാഹത്തിൻ്റെതായ ചില ചടങ്ങുകളൊക്കെ ഇവിടെ നടക്കും. അതിനുശേഷം മംഗളം എന്നൊരു കൃതിയുണ്ട്, ഒരു കീർത്തനമാണ് മംഗളം, അത് ആലപിക്കും. ഈ അക്രൂരിനോട് എനിക്ക് പറയാണ് കംസൻ എത്രയും പെട്ടെന്ന് അങ്ങ് വൃന്ദാവനത്തിലേക്ക് പോയിട്ട് കൃഷ്ണനെയും രാമനെയും എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ സ്വപ്നം പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുവരണം. കാരണം അവർ രണ്ടുപേരുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആകെപ്പാടെയുള്ള ഒരേ ഒരു ഭയം. അവരെ കൊണ്ട് കൊന്നു കഴിഞ്ഞാൽ എനിക്ക് സ്വസ്ഥായിരിക്കാൻ പറ്റും. അതിന് ഇവിടെ വിശ്വാസമുള്ള അവിടെയും വിശ്വാസമുള്ള ഒരാൾ വേണം പോവാൻ. അതുകൊണ്ട് അങ്ങ് വേണം പോവാം. അങ്ങ് വൃന്ദാവനത്തിൽ പോയിട്ട് കൃഷ്ണനെ രാമനെ ഇങ്ങോട്ട് പോകും. എന്താ പറയുക? കാരണം ഇവിടെ ഒരു ധനുര്യാഗം, ധനുസ് എന്നുള്ള വില്ലാണ്, ഒരു വില്ല് വെച്ച് യാഗം നടക്കുന്നുണ്ടെന്ന് പറയാം. അങ്ങനെ പറഞ്ഞ് കുറേ ആവശ്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവിടേക്ക് ചെല്ലുക. അവിടെ പറഞ്ഞിട്ട് താല്പര്യം വർദ്ധിക്കണം അവസരം. അങ്ങ് പറയുന്നത് കേൾക്കുമ്പോൾ കുട്ടികൾക്ക് ഇങ്ങോട്ട് കയറി പോരാൻ തോന്നണം. അങ്ങനെ അവതരിപ്പിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് കൊണ്ടുവരൂ പറഞ്ഞു. അക്രൂർ അവിടെ ചെന്നു, കൃഷ്ണനെയും രാമനെയും കൂട്ടിക്കൊണ്ടുവരുന്നു. മധുരയിൽ എത്തിച്ചേർന്നപ്പോൾ മധുരയിൽ എത്തി എന്നുള്ള വിഷയം അറിയുമ്പോഴത്തേക്കും അന്നപഥി പേര് ഭഗവാനെ ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് പാതയോരങ്ങളിൽ. ഓരോരുത്തരും
ഭഗവാനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കുതിച്ച് കാത്തിരിക്കുന്നു. അവർക്കിടയിലൂടെ ഭഗവാൻ ഇങ്ങനെ നടന്നു പോകുന്നു. അങ്ങനെ നേരെ വില്ല് വെച്ച് യാഗശാലയിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നപ്പോൾ പൂജിക്കുന്ന വില്ലാണ്. ആൾക്കാർ പറഞ്ഞു അങ്ങോട്ട് പോകരുത്, അങ്ങോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. വില്ലെടുക്കരുത്, എടുത്തു. പൊട്ടിക്കരുത്, പിടിച്ചു. വീരോചിതമായിട്ടാണ് കൃഷ്ണന്റെ പരാക്രമം. അടിച്ചു പൊട്ടിച്ചു വില്ല്. ഒരു കഷ്ണം കൃഷ്ണനും ഒരു കഷ്ണം രാമനും. എതിർക്കാൻ വന്നവരെ മുഴുവൻ അടിച്ചു ഓടിച്ചു. ഈ വിവരം സന്ധ്യയോട് കൂടിയിട്ട് എല്ലാവരും പറഞ്ഞു. കംസന് പറഞ്ഞു. കംസനിങ്ങനെ ആലോചിക്കുക, എനിക്ക് നല്ല കാര്യം ഉണ്ടായിരുന്നോ? അവിടെ ഞാൻ നടക്കുന്ന കുട്ടികളെ എങ്ങനെയൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഇവരെ കൊണ്ട് എൻ്റെ മരണം വല്ലതും സംഭവിക്കോ എന്ന് കംസൻ പേടിക്കാൻ തുടങ്ങി. നേരം പുലർന്നു. അടുത്ത ദിവസം ഭഗവാന്റെ കുളിയും ജപമൊക്കെ കഴിഞ്ഞ് നേരെ പുറത്തോട്ട് പോകണം. മല്ലയുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് അവിടെ ചെല്ലുന്നു. അതിഗംഭീരമായിട്ടുള്ള യുദ്ധത്തിന് ശേഷം കംസനെ ഭഗവാൻ വധിക്കുന്നു. ഇങ്ങനെ കംസവധം എന്നൊരു ഭാഗം നമ്മൾ ചുരുക്കി പറയാണ്, വിശദീകരിച്ച് പറയേണ്ടതാണ്. പക്ഷെ നേരത്തെ പറഞ്ഞത് കുറേ അധികം വിശദീകരിച്ചു, അതുകൊണ്ട് ഇപ്പം കുറച്ച് ചുരുക്കുകയാണ്. അങ്ങനെ കംസവധത്തിന് ശേഷം ഭഗവാൻ അച്ഛനമ്മമാരെ മോചിപ്പിച്ചു. തലമുറയിലാണ് അവരെ മോചിപ്പിച്ചു. അവരെ മോചിപ്പിച്ച ശേഷം ഉഗ്രസേനനെ തിരിച്ചു കൊണ്ടുവന്നു. രാജ്യം ഭരിക്കാൻ ഏർപ്പാടാക്കുന്നു. ഭഗവാൻ ഇനി ഒരു ഉണ്ണിക്കണ്ണനാണെന്ന് വിചാരിക്കരുത്. ഭഗവാൻ ഇങ്ങനെ വളർന്നു വരികയാണ്. രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഭഗവാൻ ഇടപെടാൻ തുടങ്ങി. കംസന്റെ ദുർഭരണത്തിൽപ്പെട്ട് മനസ്സും എടുത്തിട്ട് വിദേശങ്ങളിലേക്ക് രക്ഷപ്പെട്ട് ഓടിപ്പോയ പലായനം ചെയ്ത പലരെയും തിരിച്ചു കൂട്ടിക്കൊണ്ടുവന്നു. നാട്ടിലൊരു സുസ്ഥിരമായ ഭരണം കെട്ടിപ്പടുക്കാൻ വേണ്ടി ആവശ്യമായതൊക്കെ കൃഷ്ണൻ ചെയ്യുന്നു. ഇത്രയുമായ ശേഷം ഭഗവാൻ വിചാരിക്കുകയാണ്, ഇതുവരെ വിദ്യാഭ്യാസം എന്നൊന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടോ? പശുക്കുട്ടീനെ മേച്ചിട്ടും കാളയുടെ പിന്നാലെ ഓടിയിട്ടും ഒക്കെയാണ് കഴിഞ്ഞു വന്നത്. ആരെങ്കിലും ചോദിച്ചാൽ ആരാ ഗുരു എന്ന് ചോദിച്ചാൽ പരുകും. എന്നാൽ ഗുരുനാഥനില്ല, വിദ്യാഭ്യാസം ഉണ്ടായിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ഭഗവാന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഗുരുനാഥന്റെ അടുത്തേക്ക് പോവാൻ. ഇത്ര ഒക്കെ വിളിച്ച് പറയരുത്, അറിയുന്നവർ കൈപൊക്കിയാൽ മതി. ഭഗവാന്റെ ഗുരുനാഥന്റെ പേരെന്താ? എന്തൊരു സന്തോഷം, എല്ലാവരും കൈപൊക്കും. പുറകോട്ട് പോകും. ചില അവിടെ അരക്കൈയൊക്കെ പോകുന്നുണ്ടാവില്ല, മുഴുവൻ പോകുന്നില്ല, അരക്കയ്യേ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എത്ര കൊല്ലായി ഭാഗവതം നടക്കുന്നു? വിഷമൊന്നും ഉണ്ടല്ലോ കേട്ടോ. എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ? പക്ഷെ ചോദിക്കൂ, എത്ര കൊല്ലായി നടക്കുന്നു? നമ്മൾ എത്ര പ്രാവശ്യം ഗുരുവായൂർ പോകുന്നു ഇല്ലേ? ഭഗവാന്റെ ഗുരുനാഥന്റെ പേരെന്ത് അറിയണ്ടേ? കുറച്ചൊരു വിഷം തോന്നില്ലേ? വരണം, അതിനോട് ചില അങ്ങനെ പറയാം. ഭഗവാന്റെ ഗുരുനാഥന്റെ പേര് സാന്ദീപനി. ഇനി മറക്കുമോ? അപ്പൊ ഇത് എന്തിനാ ഇതൊക്കെ അറിയുന്നതെന്ന് ചോദിച്ചാൽ നോക്കൂ, എന്റെ ചോദ്യം വളരെ ലളിതമാണ്. നമുക്കൊരാളോട് വിശ്വാസവും ആരാധനയും തോന്നണമെങ്കിൽ അവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണ്ടേ? അറിയാതെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൃഷ്ണനെ വലിയ വിശ്വാസമാണ്. കൃഷ്ണന്റെ ഗുരുനാഥന്റെ പേര് അറിയില്ല. എത്ര കാലം ജീവിച്ചു അറിയില്ല. എത്ര ഭാര്യമാരുണ്ട് അറിയില്ല. ഭഗവാന്റെ 8 ഭാര്യമാരുടെ പേര് അറിയേയില്ല. വിശ്വാസം, ഭയങ്കര വിശ്വാസമാണ്. എനിക്ക് മനസ്സിലാവുന്നില്ല ആ വാചകത്തിന്റെ അർത്ഥം. അതുകൊണ്ട് എന്ത് വേണം? കുറച്ചൊക്കെ പഠിച്ചു വരൂ. പഠിക്കും തോറും നമുക്ക് സന്തോഷം തോന്നും. അപ്പൊ അതുകൊണ്ട് ഭഗവാന്റെ ഗുരുനാഥന്റെ പേര് സാന്ദീപനി. എത്ര വർഷം പഠിച്ചു? എത്ര കാലം പഠിച്ചു ഭഗവാൻ? 64 ദിവസമാണ് ഭഗവാൻ പഠിച്ചത്. ഒരൊറ്റ പ്രാവശ്യം കേൾക്കുമ്പോഴത്തേക്കും ഭഗവാൻ പഠിക്കും. അങ്ങനെയായിരുന്നു. വേദവും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഇതൊക്കെ പഠിച്ചുകൊണ്ട് ഭാഗവതത്തിൽ പറയാണ്. അതുകൂടി കഴിഞ്ഞ് ഗുരുദക്ഷിണ നൽകി തിരിച്ചു വരികയാണ്. ഭഗവാന്റെ പ്രധാനമന്ത്രിയായിട്ട് ഉദ്ധവൻ വരുന്നു. ഈ ഉദ്ധവനോട് ഭഗവാൻ ഒരിക്കൽ പറയുകയാണ്, അങ്ങ് ഒന്ന് ഗോപികമാരെ കാണാൻ വേണ്ടി പോകണം. കാരണം ഗോപികമാരെ ഭഗവാൻ ഒരു പ്രത്യേക സമയം മുതൽ ഉപേക്ഷിച്ച് പോകുന്നതാണ്. ഒരു യാത്ര പോലും പറയാതെ അവർക്ക് എത്രയും പ്രിയമാണ് ഭഗവാനോട്. ഭഗവാൻ അവരോടും അപാരമായ സ്നേഹമാണ്. പക്ഷെ യാത്ര ഫലം നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുന്നുള്ളത് കൊണ്ട് യാത്ര പോലും പറയാതെ ഭഗവാൻ മധുരയിലേക്ക് വന്നതായിരുന്നു. അപ്പോൾ അവര് ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും എന്നറിയാവുന്നതുകൊണ്ട് ഭഗവാൻ അവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ വേണ്ടി പ്രധാനമന്ത്രിയായ ഉദ്ധവനെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ ചിന്തിച്ചുകൊണ്ട് കേട്ടു. അതായത് ഗോപികമാരെന്ന് പറഞ്ഞാൽ വെറും വനവാസികളാണ്. അക്ഷരാഭ്യാസമില്ലാത്ത, സംസ്കൃതമോ വേദമോ ഉപനിഷത്തോ എന്തെങ്കിലും ഒന്നും പഠിച്ചിട്ടില്ലാത്ത വെറും കാട്ടുവാസികൾ. അവരെ കാണാൻ വേണ്ടി, അവരോടൊരു സന്ദേശം അറിയിക്കാൻ വേണ്ടി എന്തിനാണ് ഭഗവാൻ തൻ്റെ പ്രധാനമന്ത്രിയെ അയക്കുന്നത്? ഓരോരുത്തരൊരു പ്രോട്ടോകോൾ ഉണ്ടാവില്ലേ? അല്ലേ? എന്തിനായിരിക്കും? അതിൻ്റെയൊക്കെ പുറകെ ചില ഉദ്ദേശങ്ങളുണ്ട്. അതായത് ഉദ്ധവൻ വിചാരിക്കുന്നു ഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്തൻ താനാണെന്നും. അങ്ങനെ ഉണ്ടെങ്കിൽ ഉദ്ധവ അങ്ങ് പോയി കണ്ട് നേരിട്ട് പഠിച്ചു വരൂ. അങ്ങേക്കാളൊക്കെ ഭക്തിയുള്ളവർ എത്ര പേര് ലോകത്തുണ്ട്, അനുഭവിക്കൂ എന്ന് പറയുന്നത് പോലെ ആയിരിക്കാം ഒരു പക്ഷേ ഭഗവാൻ ഉദ്ധവനെ തന്നെ പറഞ്ഞേക്കുന്നതിൻ്റെ പുറകിലെ ഉദ്ദേശ്യം. ചിലർ ഉദ്ധവൻ അവിടേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ പശുവിനെ കറക്കുന്ന ബഹളമാണ്. ആ ബഹളത്തിൻ്റെ ഇടയിലേക്ക് ചെല്ലുമ്പോൾ നന്ദഗോപരോട് ചോദിക്കേണ്ട സുഖല്ലേ? നന്ദഗോപർ പറഞ്ഞു സുഖമൊക്കെ ആയിരുന്നു. ഇപ്പോൾ
കൃഷ്ണൻ കൂടെ ഉണ്ടായിരുന്നപ്പോൾ നല്ല സുഖം ഉണ്ടായിരുന്നു. കൃഷ്ണൻ പോയതോടു കൂടിയിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ആകെപ്പാടെ ഇരുട്ട് പരന്നിരിക്കാൻ ഞങ്ങൾക്ക് ഒരു കർമ്മം പോലും ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്തു തുടങ്ങുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് തോന്നും ഇവിടെയല്ലേ ഭഗവാന്റെ കാളിയമർദ്ദനം, ഇവിടെയല്ലേ ഭഗവാന്റെ ഗോവർദ്ധനോദ്ധാരണം, ഇവിടെയല്ലേ ഗോവിന്ദാഭിഷേകം, ഇവിടെയല്ലേ ഭഗവാൻ പശുവിനെ വെച്ചത്. ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഒരു കർമ്മം പോലും കൃത്യമായി ചെയ്യാൻ പറ്റാത്ത വിധം ഭഗവാൻ മനസ്സിൽ നിന്നും പോകുന്നേയില്ല. എന്താ പറയുക? ഭഗവാൻ മനസ്സിൽ നിന്നും പോകുന്നില്ല. നമുക്ക് ഭഗവാൻ മനസ്സിലേക്ക് വരുന്നില്ല. അങ്ങനെ വ്യത്യാസം. ഒരു 5-10 മിനിറ്റ് നേരം ഭഗവാനെ മാത്രം വിചാരിച്ചിരിക്കാൻ പറ്റുമോ? പറ്റുമെങ്കിൽ കൊള്ളാം. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ ഉദ്ധവൻ വിചാരിക്കുന്നുണ്ടാവില്ലേ? ഉദ്ധവന്റെ ഭക്തി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? രാവിലെ വൈകുന്നേരം നാമം ജപിക്കുമ്പോൾ ഭഗവാൻ പിന്നില്ല. അത് കഴിഞ്ഞു. ഇവർക്ക് ഭഗവാനല്ലാതെ മറ്റൊരു വിചാരമില്ല എന്നർത്ഥം. ഉദ്ധവൻ ഞെട്ടിപ്പോവാണ്. ഇതല്ലേ വേണ്ടത്? ദാനം കൊണ്ടും ഹോമം കൊണ്ടും പൂജ കൊണ്ടും സത്സംഗം കൊണ്ടൊക്കെ എന്ത് വേണം? ഭക്തി ഉറയ്ക്കണം. അതിന് വേണ്ടിയിട്ടല്ലേ സപ്താഹത്തിന് വരുന്നത്? എന്താ ഉദ്ദേശ്യം? ഭാഗവതത്തിന്റെ മുമ്പിൽ വന്നിരിക്കുന്നതിന്റെ ഒരേ ഒരു ഉദ്ദേശം ഭക്തി വർദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഭക്തി ഉറച്ചവരെ സംബന്ധിച്ചിടത്തോളം ഇനി എന്താ വേണ്ടത്? ഇതല്ലേ പുണ്യം എന്നിങ്ങനെ പറയുന്നു. അപ്പൊ ഉദ്ധവൻ സ്വയം ചിന്തിക്കുന്നുണ്ടാവില്ലേ, ഇവരുടെ ഭക്തി വെച്ച് നോക്കുമ്പോൾ എന്റെ ഭക്തിക്ക് എന്തിനു കൊള്ളാം? ഇങ്ങനെ ചിന്തിപ്പിക്കുകയായിരിക്കാം ഒരുപക്ഷെ ഭഗവാന്റെ ഉദ്ദേശ്യം. ഗോപികമാരെ ആശ്വസിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് ഉദ്ധവൻ തിരികെ വരുന്നു. അങ്ങനെ അത് കഴിഞ്ഞു. അതിനുശേഷം ദശമസ്കന്ധത്തിന്റെ ആദ്യ ഭാഗം അവസാനിക്കുന്നു. രണ്ടാം ഭാഗത്തില് കംസനെ ശ്രീകൃഷ്ണൻ വധിച്ചു എന്നതിന്റെ പേരിൽ കംസന്റെ 2 ഭാര്യമാരാണ് അസ്ഥി, പ്രാപ്തി രണ്ടുപേരും. ഈ രണ്ടുപേരും ജരാസന്ധന്റെ മക്കളാണ്. ഈ രണ്ടുപേര് ജരാസന്ധനോട് അഥവാ അച്ഛനോട് പരാതി പറയുകയാണ്, ഞങ്ങളുടെ ഭർത്താവിനെ കൃഷ്ണൻ കൊന്നു. ജരാസന്ധൻ ദേഷ്യം വന്നിട്ട് അദ്ദേഹം പടയൊരുക്കത്തോടു കൂടിയിട്ട് പുറപ്പെടുന്നു മഥുര ആക്രമിക്കാൻ. അതൊക്കെ രസമാണ്. കാര്യം നോക്കൂ, മഹാഭാരത യുദ്ധത്തിൽ 2 ഭാഗത്തും കൂടി പങ്കെടുത്തത് 18 അക്ഷൗഹിണിയാണ്. ഒരു അക്ഷൗഹിണി എന്ന് പറഞ്ഞാൽ ഏറ്റവും ലളിതമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, ഒരു ബറ്റാലിയൻ എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു സേനയാണ്. കുറേയധികം കാലാൾപ്പട, കുറേയധികം രഥം, കുറേയധികം ആനപ്പട, അതൊക്കെ കൂടി ചേർന്നതാണ് ഒരു അക്ഷൗഹിണി. അങ്ങനത്തെ 18 2 ഭാഗത്തും കൂടി പങ്കെടുത്ത മഹാഭാരത യുദ്ധത്തിൽ. എങ്കിൽ ജരാസന്ധന്റെ ഒറ്റയ്ക്കുള്ള സൈന്യം 23 അക്ഷൗഹിണിയായി. ആലോചിക്കപ്പെടുന്നുണ്ടോ? അത്രയധികമായിരുന്നു. ആ പട കൊണ്ട് മധുര ആകപ്പാടെ വളയുമ്പോൾ എന്ത് ചെയ്യും? ഭഗവാൻ മനുഷ്യനെ പോലെ ആലോചിക്കുന്നു എന്നാണ്. ഭഗവാനെ പോലെ ആലോചിക്കുന്ന വല്ല ബുദ്ധിമുട്ടുണ്ടോ? നിസ്സാരമായിട്ട് ചിന്തിക്കുമ്പോഴത്തേക്ക് നശിപ്പിക്കാൻ പറ്റും. മനുഷ്യനെ പോലെ ആലോചിച്ച ഭഗവാൻ എന്ത് ചെയ്യണം? അപ്പൊ ഭഗവാൻ ആലോചിച്ചു, ഈ ജരാസന്ധനെ വാസ്തവത്തിൽ വധിക്കാൻ പാടില്ല. കാരണം ജരാസന്ധൻ ഒരു പൊന്മുട്ടയിടുന്ന താറാവാണ്. എന്താ കാര്യം? അപ്പോ ഭഗവാന്റെ അവതാരത്തിന്റെ ഉദ്ദേശം എന്താണ്? ദുഷ്ടന്മാരെ മുഴുവൻ വധിക്കുക എന്നുള്ളതാണ്. അപ്പോ ജരാസന്ധനെ യുദ്ധത്തിൽ തോൽപ്പിക്കുക മാത്രം ചെയ്ത് ഓടിച്ചു വിട്ടാൽ തോറ്റ ജരാസന്ധൻ ഒരിക്കലും അടങ്ങിയിരിക്കില്ല. വീണ്ടും എന്ത് ചെയ്യും? അനേകം പേരെ കൂട്ടി പടയൊരുക്കത്തോടുകൂടി വീണ്ടും വരും. അപ്പൊ ദുഷ്ടന്മാരെ കൂട്ടിയിട്ട് പടയൊരുക്കി വരുമ്പോൾ ദുഷ്ടന്മാരെ മുഴുവൻ സൗകര്യത്തിൽ ഇവിടെ വെച്ച് കൊല്ലാം. തേടി പിടിച്ച് പോണ്ട കാര്യമില്ല, ഇയാൾ കൂട്ടിക്കൊണ്ടുവരും, ഇവിടുന്ന് സൗകര്യമായിട്ട് കൊല്ലാം. അതുകൊണ്ട് ജരാസന്ധനെ വധിക്കരുത് എന്ന് വിചാരിച്ചു. പറഞ്ഞതുപോലെ തന്നെ തോൽപ്പിച്ചു വിടുന്നു, പിന്നെയും വരുന്നു, യുദ്ധം ചെയ്യുന്നു, തോൽപ്പിച്ചു വിടുന്നു. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരുന്നു 17 തവണ യുദ്ധം. അങ്ങനെ ഇരിക്കെ 18ാമതും ദുഷ്ടൻ വട്ടം കൂട്ടി വരും വിധവും. 18ാമത് വീണ്ടും യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടു വരുമ്പോൾ അതേ സമയത്ത് മറ്റൊരു ദുരന്തം നോക്കൂ. കാലയവനൻ എന്നൊരാള്. കാലയവനൻ എന്ന് പറഞ്ഞാൽ മ്ലേച്ഛ രാജാവാണ്. മ്ലേച്ഛൻ എന്ന വാക്കിട്ടില്ലേ? ഈ വാക്കിന്റെ അർത്ഥം എന്താണ്? സംസ്കാരമില്ലാത്ത ഭാഷ പറയുന്നവൻ എന്നാണ് മ്ലേച്ഛൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം. നിങ്ങൾക്ക് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറയട്ടെ. ഈ ബാഹുബലി എന്നുള്ള സിനിമയിൽ കാലകേന്റെ ഒരു ഭാഷ കേട്ടിട്ടില്ലേ? ഇതാണ് സാധനം. സംസ്കാരമില്ലാത്ത ഭാഷ പറയുന്നവരാണ് മ്ലേച്ഛൻ. അങ്ങനത്തെ ഭാഷ പറയുന്നവരാണ് മ്ലേച്ഛന്മാർ. അപ്പോ ഒരേ സമയത്ത് 2 വഴിക്ക് 2 പേര്. 2 പേരോട് യുദ്ധം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് ആവശ്യമില്ല എന്ന് വിചാരിച്ച് ഭഗവാൻ ഒരു തന്ത്രം മാറ്റും. ഭഗവാൻ മധുരയിൽ നിന്ന് ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാവരെയും ദ്വാരകയിലേക്ക് മാറ്റുന്നതാണ്. അത് ഭഗവാന്റെ വിശുദ്ധമായൊരു ചരിത്രമാണ്. കാരണം ഭഗവാൻ വേണമെങ്കിൽ അന്നത്തെ ഏതെങ്കിലും രാജ്യത്തെ രാജാവിനെ ആക്രമിച്ച് അവരെ തുരത്തി ഓടിച്ച് അവിടെ പോയിട്ട് താമസിക്കാമായിരുന്നു. ഭഗവാൻ അത് ചെയ്തില്ല. കാരണം ഭഗവാന് അങ്ങനെ ഒരു അധർമ്മ പ്രവൃത്തി ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നില്ല. പിന്നെ എന്ത് ചെയ്തു? പണ്ടെങ്ങാണ്ട് മുങ്ങിപ്പോയ നഗരമാണ് കുശസ്ഥലി. പറയൂ. ഇത് കടലിൽ മുങ്ങിപ്പോയ നഗരമാണ്.
ആ നഗരത്തെ ഭഗവാൻ പുനരുദ്ധരിച്ച് ദ്വാരക എന്ന് പേര് വെച്ച് അവിടേക്ക് മാറ്റി താമസിപ്പിക്കുന്നു എല്ലാവരെയും. അങ്ങനെ മാറ്റി താമസിപ്പിച്ച ശേഷം ഭഗവാനിത ആ കോട്ടവാതിൽ നിൽക്കുന്നു. നിൽക്കുമ്പോഴത്തേക്കും ഒരു വഴിക്ക് ജരാസന്ധനും ഒരു വഴിക്ക് കാലയവനും രണ്ടുപേരും കൂടി വരുന്നത് കണ്ടപ്പോൾ രണ്ടുപേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഓടുന്നു. അപ്പൊ ഇവരുടെ വിചാരം എന്താണ്? ഇവരെ കണ്ടിട്ട് പേടിച്ചുകൊണ്ടാണ് വിചാരം. ഭഗവാന്റെ തന്ത്രം മറ്റൊന്നായിരുന്നു. ഭഗവാൻ ഇവരെ പറ്റിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടേയിരുന്നു. ഇടയ്ക്ക് വേഗത കുറയ്ക്കും, ലോകത്തെ വലിയ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, മാത്രമല്ല അവർക്ക് ആവേശം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഹസ്തപ്രാപ്ത വിഭാത്മാനം എത്തിപ്പിടിച്ചു തോന്നുമ്പോൾ പിന്നെ വേഗത കൂട്ടും. ഇങ്ങനെ ഓടിച്ചോടിച്ചോടിച്ച് ഭഗവാൻ പ്രവർഷണം എന്നൊരു പർവ്വതത്തിലേക്ക് കൊണ്ടുപോകാൻ രണ്ടുപേരും. പ്രവർഷണം വാക്കിന്റെ അർത്ഥം എപ്പോഴും മഴ പെയ്യുന്ന സ്ഥലം എന്നാണ് വാക്കിന്റെ അർത്ഥം. അങ്ങനെ ഒരു പർവ്വതത്തിലേക്ക് കൊണ്ടുപോകാൻ അവിടെ ചെല്ലുന്നു. ജരാസന്ധൻ പിന്നാലെ പോകാനൊന്നും പോയില്ല. അദ്ദേഹത്തിന് വലിയ പടയാണ്. പടയാളികളോട് പർവ്വതത്തിന്റെ ചുറ്റും നിൽക്കാൻ പറഞ്ഞു. പർവ്വതത്തിൽ ആകെപ്പട തീയിടാണ്. തീ ഇങ്ങനെ പിടിച്ചു വരിക. കാട് ചുട്ടരിച്ച് അതിലിട്ട് കൊല്ലാം, ഇതായിരുന്നു ഉദ്ദേശ്യം. അങ്ങനെ തീയിട്ട് ജരാസന്ധൻ പോകുന്നു. കാലയവനും കൃഷ്ണനും ഓടിക്കൊണ്ടിരിക്കുക. ശ്രീകൃഷ്ണ ഭഗവാൻ മുമ്പിൽ തൊട്ടുപുറകിൽ കാലയവൻ. ഇവർ ഓടി ഭഗവാന്റെ ഉദ്ദേശം നമ്മളിപ്പോൾ കാണും എന്താണെന്ന്. ഏതായാലും ഭഗവാൻ ഓടി ഒരു ഗുഹയിലേക്ക് കയറി പെട്ടെന്നൊരു വശത്തേക്ക് മാറി. വെളിച്ചത്തിൽ നിന്നും പെട്ടെന്ന് ഇരുട്ടിലേക്ക് വന്ന കാലയവന് കാര്യമൊന്നും മനസ്സിലാവുന്നില്ല. കുറേശ്ശെ ഇങ്ങനെ കണ്ണിങ്ങനെ തെളിഞ്ഞ് വരുമ്പോൾ ആരോ ഒരാളിങ്ങനെ കിടക്കുന്ന ആൾ ചവിട്ടി ഉണർത്തി. അഥവാ ഉണർത്താൻ വേണ്ടി ചവിട്ടിയപ്പോൾ ഇദ്ദേഹം ഉണർന്നതോടെ അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്നും അഗ്നി പുറപ്പെട്ടു വന്നു. ആ അഗ്നിയിൽ കാലയവനൻ ഭസ്മമായി പോകുന്നു. അപ്പൊ ഒരുപക്ഷെ ഭഗവാൻ ഉദ്ദേശം ഇതായിരുന്നു. ഭഗവാന്റെ കൈകൊണ്ട് കൊല്ലപ്പെടാനുള്ള പ്രാഥമികമായ യോഗ്യത പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് കാലയവനെ കൊണ്ട് കൊല്ലിക്കാം, ഇതായിരുന്നു ഭഗവാൻ ഉദ്ദേശം. ഈ കാലയവനൻ ആരാന്നുള്ളതൊക്കെ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. മുജുകുന്ദൻ ഇവിടെ ഇരുന്നവർക്ക് ഓർമ്മയുണ്ടോ? പറഞ്ഞിട്ടില്ലേ ഇന്നലെ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷം? ആ മുജുകുന്ദന്റെ മകനാണ്, മാന്ധാതാവിന്റെ മകനാണ് മുജുകുന്ദൻ. മാന്ധാതാവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അവിടെ കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ദേവന്മാർ അനുഗ്രഹിച്ച് നൽകിയതാണ് ഈ അനുഗ്രഹമൊക്കെ. ഏതായാലും ആ യവനൻ ഭസ്മായി തീർന്നപ്പം മുജുകുന്ദൻ ഭഗവാനെ സ്തുതിക്കുന്നു, ഭഗവാനെ നമസ്കരിക്കുന്നു. ഭഗവാനെന്ന് മനസ്സിലായി, നമസ്കരിക്കുന്നു. ഭഗവാനെ നമസ്കരിച്ച ശേഷം മുജുകുന്ദൻ അവിടുന്ന് ഇറങ്ങിപ്പോവാൻ. ഭഗവാൻ ആ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കടലിൽ ചാടി. തീയൊക്കെ കെട്ടുപോയി. കാരണം മഴ പെയ്യുന്നതിന് തീയിട്ടിട്ട് വല്ല കാര്യമുണ്ടോ? പേരിന്റെ അർത്ഥം എന്താണ്? പർവ്വതത്തിന്റെ പേര് സൂചിപ്പിക്കുന്നത് പ്രവർഷണം, എപ്പോഴും വർഷമുള്ള, എപ്പോഴും മഴയുള്ള സ്ഥലമാണ്. തീയൊക്കെ കെട്ടുപോയി. ഭഗവാൻ തിരിച്ചു വരുന്നു ദ്വാരകയിൽ. ഇതിന്റെ പകുതി അധ്യായം മുതലാണ് രുക്മിണീ സ്വയംവരം എന്നൊരു കഥ പറയുന്നത്. അപ്പൊ ഇതുവരെയുള്ള നമ്മൾ ചുരുക്കി പറഞ്ഞു. ഇനി രുക്മിണീ സ്വയംവരം കഥ പറയാൻ പോവാണ്. പണ്ട് പറയാണ് രുക്മിണീ സ്വയംവരം കഥ അങ്ങ് കേൾക്കൂ. ബലരാമന്റെ കല്യാണത്തെ കുറിച്ച് മുമ്പ് സൂചിപ്പിച്ചിട്ടില്ലേ? രേവതി എന്നൊരു പെൺകുട്ടിയെ ബലരാമൻ കല്യാണം കഴിക്കുന്നു. ബലരാമന്റെ ഭാര്യയുടെ പേര് രേവതി. അറിഞ്ഞു വയ്ക്കുന്നത് നല്ലതാണ്. ഏതായാലും ആ കഥ പറഞ്ഞല്ലോ. ഇനി കൃഷ്ണന്റെ കല്യാണത്തെ കുറിച്ച് കേൾക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയാൻ ആരംഭിക്കുന്നത്. അപ്പൊ അത് മുമ്പ് പറഞ്ഞതാണ്. ഇവരെന്തിനാ വീണ്ടും പറയുന്നത് ചോദിച്ചാൽ, ഏട്ടന്റെ കല്യാണം കഴിയുന്നതിന് മുമ്പ് അനിയൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചൊരു മോശമാണെന്നാണ് പഴയ സങ്കല്പം. കാരണം അത് കൃത്യമായിട്ട് തന്നെ വേണം. അങ്ങനെ ഏട്ടന്റെ കല്യാണം കഴിയുന്നതിന് മുമ്പ് അനിയൻ കയറി കല്യാണം കഴിക്കാൻ കുറച്ചൊരു മോശം പഴയ സങ്കല്പം കേട്ടോ. ഇപ്പൊ അതൊന്നും നോക്കണ്ട. ഇപ്പൊ കിട്ടുന്നവർ കല്യാണം കഴിച്ചാൽ അവനോട് കൊള്ളാം. അപ്പൊ കല്യാണം കഴിക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ ഞാൻ പറഞ്ഞിട്ടൊന്നും പറയണ്ട. കിട്ടുന്നവർ ഭഗവാന്റെ കാര്യം അങ്ങനെയാണ്. അപ്പൊ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു ദോഷം പോലും ഭഗവാന് വന്നിട്ടില്ലെന്ന് ബോധിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശ്യം. അങ്ങനെ ബലരാമന്റെ കല്യാണത്തെ കുറിച്ച് പറഞ്ഞില്ലേ? ഇനി കൃഷ്ണന്റെ കല്യാണം കേൾക്കൂ. കൃഷ്ണന്റെ കല്യാണം ഉണ്ടാവുന്നത് രാക്ഷസീയമായിട്ടാണ് എന്ന് പറഞ്ഞു. ഇതൊക്കെ ഇന്ന് സൂചിപ്പിച്ചാണ് ഇവിടെ. അതായത് ഭാരതീയമായ സങ്കല്പം അനുസരിച്ചിട്ട് 8 തരത്തിലാണ് കല്യാണം. അതുകൊണ്ടു ആർഷം, ബ്രാഹ്മം, രാജാപത്യം, ഗാന്ധർവം, പൈശാചികം, രാക്ഷസി എന്നൊക്കെ പറഞ്ഞ 8 തരത്തിലാണ്. ഈ 8 തരത്തിലുള്ളതിൽ മുമ്പൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. രാക്ഷസീയം എങ്ങനെയാ നോക്കാം. രാക്ഷസീയം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് മാത്രം കല്യാണം കഴിക്കാൻ വരുന്ന പയ്യനോട് താല്പര്യം ഉണ്ടായിരിക്കാം. പെൺകുട്ടിയുടെ എല്ലാ ബന്ധുക്കളും ഈ വരനെ കണ്ടാൽ എതിർക്കണം എന്ന് വിചാരിച്ച് ആക്രമിക്കണം എന്ന് വിചാരിച്ച് നിൽക്കുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പെൺകുട്ടിയുടെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്ന് ബന്ധുക്കളെ മുഴുവനും വെല്ലുവിളിച്ച് ആവശ്യമെങ്കിൽ യുദ്ധം ചെയ്ത് പെൺകുട്ടിയെ നേടിയെടുക്കുന്ന കല്യാണ സമ്പ്രദായമാണ് രാക്ഷസീയം. അങ്ങനെയാണ് കല്യാണം കഴിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പരീക്ഷത്തിൽ ചോദിക്കുകയാണ്, ഇത് ഫലിക്കാത്തൊരു അത്ഭുതം തന്നെയാണ് ഭഗവാന്റെ കാര്യം. കാരണം ജനിച്ചിട്ട് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും തുടങ്ങിയതാണ്.
അക്രമം പൂതന വന്നു, തൃണാവർത്തം വന്നു, ശകടാസം, അടിപിടി ഒഴിഞ്ഞ് ദിവസങ്ങളില്ല. ദിവസവും ആരെങ്കിലും അടിപിടി ബഹളം ഉറപ്പാണ്. പ്രശ്നമേ ഒരു കല്യാണം പോലും നേരം കൊണ്ടും സ്വസ്ഥമായിട്ട് ശാന്തമായിട്ട് സമാധാനം അടിപിടി ബഹളം ഇല്ലാണ്ട് കഴിക്കാൻ പറ്റില്ല വെച്ചാൽ അതെന്താ കാര്യം? അതൊന്ന് വിശദമായിട്ട് പറയൂ എന്ന് പറഞ്ഞപ്പോൾ 2.5 അധ്യായങ്ങളിലായിട്ടാണ് ഭഗവാന്റെ വിവാഹത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ പറഞ്ഞു, ശ്രുതജ്ഞോ നിത്യനൂതന, കേൾക്കുന്നവർക്ക് എപ്പോഴും പുതിയത് പുതിയത് എന്ന് തോന്നും ഭഗവാന്റെ കഥ. ഞാനൊരു രസത്തിൽ വയ്ക്കട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ കൃഷ്ണൻ രുക്മിണിയെ കല്യാണം കഴിക്കില്ലാവോ എന്ന്? ഉണ്ടോ സംശയമുണ്ടോ ആർക്കെങ്കിലും? എന്നെ പറഞ്ഞൂടെ കൃഷ്ണന്റെ ഭാര്യയായി തീരും രുക്മിണി എന്നുള്ള ക്ലൈമാക്സ് നിങ്ങൾക്ക് അറിയില്ലേ? ആലോചിച്ചു. അപ്പൊ എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ചു. ക്ലൈമാക്സ് അറിയാവുന്ന ഒരു കഥയാണ് ഞാനിവിടെ പറയുന്നത്. ഇതാർക്കും അറിയാത്തത്? എല്ലാവർക്കും എല്ലാം അറിയാം. എന്നിട്ടും ഇന്നലെ വൈദ്യുതി എത്ര പേരുണ്ടായിരുന്നോ? നാളെ വൈദ്യുതി എത്ര പേരുണ്ടാവുമോ? ഇല്ല. എല്ലാ സപ്താഹത്തിലും ഏറ്റവും കൂടുതൽ ആളുണ്ടായിരിക്കുക സ്വയംവരത്തിനാണ്. അതാണ് ഭഗവാന്റെ കഥയുടെ മഹത്വം. അതുകൊണ്ട് കേൾക്കുന്നവർക്ക് എപ്പോഴും പുതിയത് പുതിയത് എന്ന് തോന്നും. കേട്ടാൽ മതി വരില്ല, പിന്നെ കേൾക്കാൻ തോന്നും. ഇതാണ് ഭഗവാന്റെ ചരിത്രത്തിന്റെ മഹത്വം. ഏതായാലും പറയുകയാണ്, വിദർഭ എന്നൊരു രാജ്യം. ആ രാജ്യത്ത് രാജാവ് ഭീഷ്മകൻ. ആ ഭീഷ്മകന് 5 ആൺകുട്ടികൾ. ഈ 5 പേർക്ക് താലോലിക്കാനും ഓമനിക്കാനുമായിട്ട് ഒരേ ഒരു പെൺകുട്ടി, പേര് രുക്മിണി. രുക്മിണി എന്നല്ല വാക്ക്, ശരിക്കും രുക്മിണി എന്നാണ്. കാരണം കയ്യ് എന്നുള്ളതാണ് ശരിക്കും ഉപയോഗിക്കേണ്ട വാക്ക്, രുക്മിണി. ഈ രുക്മിണി അതിസുന്ദരിയായിരുന്നു, സുശീലയായിരുന്നു, ചാരിത്രശുദ്ധിയുള്ളവളായിരുന്നു, അപാരമായ ഗുണഗണങ്ങൾ തികഞ്ഞവളായിരുന്നു രുക്മിണി എന്നർത്ഥം. ഏട്ടന്മാരുടെ പേര് രുക്മി, രുക്മരഥൻ, രുക്മബാഹു, രുക്മകേശൻ, രുക്മമാലി എന്നിങ്ങനെ 5 പേര് സഹോദരന്മാർ. ഇങ്ങനെ രുക്മിണി വളർന്നു വരുന്നതിൻ്റെ ഓരോ ഘട്ടങ്ങളിലും നിരന്തരമായിട്ട് കൃഷ്ണനെ കുറിച്ച് ഇങ്ങനെ കേൾക്കും. എങ്ങനെ കേൾക്കുക? എപ്പോഴും ബ്രാഹ്മണർ ഇങ്ങനെ സഞ്ചരിക്കും. അങ്ങനെ സഞ്ചരിക്കുന്ന ബ്രാഹ്മണരെ കൃഷ്ണനെ കുറിച്ച് ഇങ്ങനെ വാഴ്ത്തിപ്പാടാൻ. കൃഷ്ണൻ ആ രാക്ഷസനെ കൊന്നു, ഈ രാക്ഷസനെ കൊന്നു, കൃഷ്ണന്റെ യോഗ്യത, സൗന്ദര്യം, ശക്തി, വീര്യം, ഓജസ് ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് കേട്ടിട്ട് രുക്മിണി തീരുമാനിക്കുകയാണ്, കല്യാണം ഉണ്ടെങ്കിൽ ഒരു സംശയമില്ല, ആരെ കഴിക്കൂ, കൃഷ്ണനെ കഴിക്കൂ എന്ന് തീരുമാനിക്കുക, ഉറപ്പിച്ചു. ഇത് ബ്രാഹ്മണര് പിന്നീട് എന്ത് ചെയ്യും? പിന്നീട് നേരെ ദ്വാരകയിലേക്ക് ചെല്ലും. അങ്ങനെ ദ്വാരകയിലേക്ക് ചെന്നിട്ട് ദ്വാരകയിലിരിക്കുന്ന ശ്രീകൃഷ്ണൻ കേൾക്കാൻ വേണ്ടി കൊണ്ട് ഈ രുക്മിണിയെ കുറിച്ച് ഇങ്ങനെ വാഴ്ത്തി പറയും. രുക്മിണിയെ കുറിച്ച് സൗന്ദര്യം, ശക്തി, ബുദ്ധി, സാമർഥ്യം, ലക്ഷണം, വിനയം ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോഴേ കൃഷ്ണൻ വിചാരിച്ചു, ഏതായാലും കല്യാണം ഉണ്ടെങ്കിൽ സംശയമില്ല രുക്മിണി തന്നെയാവട്ടെ. 1ാമത്തെ ഭാര്യ എന്ന് ഭഗവാൻ തീരുമാനിച്ചു. 1ാമത്തെ ഭാര്യ എന്ന് തീരുമാനിച്ചുള്ള കാര്യം ഭഗവാൻ കല്യാണം കൊണ്ട് നിർത്താൻ തീരുമാനിച്ചിട്ടില്ല. അതുകൊണ്ട് ആദ്യത്തെ അവസരം രുക്മിണിക്കാവട്ടെ എന്ന് ഭഗവാൻ തീരുമാനിച്ചു. ഇത് പണ്ട് പറയാൻ വല്ല വഴിയുണ്ടോ? ഇന്നാണെങ്കിൽ ഇങ്ങനെ വല്ല നോക്കിയാൽ എന്തൊക്കെ വഴിയുണ്ട്, എന്തൊക്കെ 100 മാർഗങ്ങളുണ്ട്. പണ്ട് ഇതൊന്നും യാതൊരു വഴികളുമില്ല. അങ്ങനെ ഇരിക്കെ 2 പേരും ഇത് മനസ്സിൽ വെച്ചു, ആരോടും പറയാൻ നിർത്തിയില്ല. കാലം കഴിഞ്ഞു, രുക്മിണി ഇങ്ങനെ വളർന്നു വരികയാണ്. അങ്ങനെ ഇരിക്കെ രുക്മി എന്ന ഈ മൂത്ത സഹോദരന് കൃഷ്ണനോട് വെറുതെ ഉദ്ദേശിക്കും. എന്താ കാരണം എന്ന് ചോദിച്ചാൽ ഒന്നും പറയാനില്ല. ആ സമയത്ത് അവർ തമ്മിൽ യാതൊരു തരം പ്രശ്നങ്ങളുമില്ല. ഈ കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് പ്രശ്നം ഉണ്ടാകുന്നുണ്ടെങ്കിലും ആ സമയത്ത് യാതൊരു പ്രശ്നമില്ല. എന്താ ചോദിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, സമൂഹത്തിൽ ഉയർന്നു വരുന്ന ഒരാളെ കുറിച്ചുണ്ടാകുന്ന അസൂയ. ഷേക്സ്പിയറിന്റെ ഒരു കഥാപാത്രം പറയുന്നുണ്ട്, ഇയാഗോ ഒരു കഥാപാത്രം പറയുന്നുണ്ട്. അയാൾ എനിക്കെതിരെ യാതൊരു തെറ്റും ചെയ്തില്ല, പക്ഷേ അയാളുടെ പുരോഗതി കാണാൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ പേരാണ് പച്ച മലയാളത്തിൽ അസൂയ. എന്താ പേര് വഴി? അപ്പോൾ രുക്മിണി തീരുമാനിക്കുന്നു, ആർക്ക് കൊടുത്താലും തൻ്റെ സഹോദരി രുക്മിണിയെ ഒരു കാരണവശാലും കൃഷ്ണന് കൊടുക്കില്ല തീരുമാനിച്ചു. അതിന് പകരം കൃഷ്ണന്റെ ശത്രുവായ ശിശുപാലനെ കല്യാണം കഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ഈ വിവരം പറഞ്ഞു രുക്മിണി ആരോട് പറയും? അച്ഛനുൾപ്പെടെ സകലരും ഈ ഏട്ടന് അനുകൂലമായിട്ടാണ്, ആരോടും പറയാൻ നിർത്തിയില്ല. അങ്ങനെ തൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളെല്ലാം അടക്കി വെച്ച് കഴിഞ്ഞു വരികയാണ്. കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞു. രുക്മിണിക്ക് സഹിക്കാൻ പറ്റാത്ത ദുഃഖം. അങ്ങനെ ഇരിക്കെ ഒരു ബ്രാഹ്മണൻ, ആ ബ്രാഹ്മണന്റെ പേര് സുന്ദര ബ്രാഹ്മണൻ എന്നാണ്. സുന്ദരൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൂതൻ ആണ്. അതുകൊണ്ടാണ് രാമായണത്തിൽ ഹനുമാൻ ഇവിടുന്ന് ചാടി ഇവിടെ തിരിച്ചെത്തുന്നത് വരെയുള്ള ഭാഗം വർണ്ണിക്കുന്നത് സുന്ദരകാന്ഡത്തിലാണ്. എന്താ കാര്യം? സുന്ദരന്റെ ദൂതന്റെ കാണ്ഡമാണ് സുന്ദരകാന്ഡം. ഏതായാലും ആ സുന്ദര ദൂതനായിട്ട് പോകുന്ന ബ്രാഹ്മണൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ
അദ്ദേഹം രുക്മിണിയോട് ചോദിച്ചപ്പോൾ രുക്മിണി പറഞ്ഞു താല്പര്യമുള്ളത് ശ്രീകൃഷ്ണ ഭഗവാനോടാണ്, പക്ഷേ കല്യാണം നിശ്ചയിച്ചിരിക്കുന്നത് ശിശുപാലനുമായിട്ടാണ്. ഇത് ആരോട് പറയണമെന്നറിയില്ല. അച്ഛനും രുക്മിണിയും സകലരും ഇത് തീരുമാനിച്ചു കഴിഞ്ഞു. ആരോടെങ്കിലും പറഞ്ഞാലാണോ ശരിയാവുക, പറയാതിരുന്നാലാണോ ശരിയാവുക എന്നറിയില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ദുഃഖം എന്നൊക്കെ പറഞ്ഞപ്പോൾ രുക്മിണിയോട് ചോദിക്കുകയാണ് ബ്രാഹ്മണൻ, രുക്മിണി ഇത് വല്ലതും കൃഷ്ണനോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കൃഷ്ണൻ ഇങ്ങോട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. താൻ കൃഷ്ണനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. കൃഷ്ണൻ തന്നെ കണ്ടിട്ടുണ്ടോ? അറിയില്ല. ഇങ്ങനെ എല്ലാത്തിനും ഇല്ല 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 എന്നാണ് ഉത്തരം. പക്ഷെ ഒരു കാര്യം രുക്മിണി പറഞ്ഞത് കേട്ടപ്പോൾ തോന്നി ബ്രാഹ്മണന് സഹായിക്കണം എന്ന് പറഞ്ഞു. കല്യാണം ഉണ്ടെങ്കിൽ അത് കൃഷ്ണനുമായിട്ട് തന്നെയായിരിക്കും എന്ന് ഉറപ്പിച്ച് പറഞ്ഞു കേട്ടപ്പോൾ ആ ഉറപ്പ് കണ്ടപ്പോൾ ബ്രാഹ്മണൻ തോന്നി പാവം കെട്ടി സഹായിക്കണം. അപ്പോൾ ബ്രാഹ്മണൻ ഉള്ള പറഞ്ഞു, രുക്മിണി എന്നോട് പറയൂ, എന്താണ് അവിടെ പോയി പറയേണ്ടത് എന്നോട് പറയൂ, ഞാൻ അവിടെ പോയിട്ട് കാര്യം മനസ്സിലാക്കാൻ ശ്രമിക്കാം, പറഞ്ഞു കൊടുക്കാൻ ബോധ്യപ്പെടുത്താൻ പറ്റുമെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറയുന്നു. രുക്മിണി പറയാനുള്ളത് ബ്രാഹ്മണനോട് പറയുന്നു. ബ്രാഹ്മണൻ വളരെ വേഗം പുറപ്പെടുന്നു. വിദർഭയിൽ നിന്നും ഭഗവാന്റെ ദ്വാരകയിലേക്ക് പുറപ്പെടുന്നു. വളരെ വേഗം അവിടെ എത്തിച്ചേർന്നു. അവിടെ എത്തിച്ചേർന്നവിടെ ഭഗവാൻ ഇങ്ങോട്ട് നമസ്കരിക്കുന്നു. നമസ്കാരം കഴിഞ്ഞ ശേഷം ചോദിക്കുകയാണ് എന്താണ് കാര്യം. ഇങ്ങനെ ചോദിച്ച ബ്രാഹ്മണൻ ഭഗവാനോട് പറയാണ് രുക്മിണിയുടെ സന്ദേശം. അപ്പൊ ഇനി കേൾക്കുന്നതൊക്കെ രുക്മിണി നേരിട്ട് പറയാൻ, ബ്രാഹ്മണന്റെ മുഖത്ത് നിന്നാണ് കേൾക്കുന്നതെങ്കിൽ പറയുന്നതൊക്കെ രുക്മിണിയുടെ അതേ വാക്കുകളാണ്. രുക്മിണി പറയുന്നു, ശ്രുത്വാഗുണാൻ ഭുവന സുന്ദര ശൃണ്വതാന്തേ. എന്താ വിളിക്കണ്ടേ? ഇങ്ങനെ സന്ദേശം അയക്കുമ്പോൾ എന്തെങ്കിലും സംബോധന വേണ്ടേ? സാധാരണഗതിയിൽ രാജകുമാരന്മാരെ വിളിക്കുന്നത് ആര്യകത്ര എന്നൊക്കെ. കല്യാണം കഴിഞ്ഞാലല്ല വിളിക്കുക. പ്രിയപ്പെട്ടവനെ വിളിക്കാനും അറിയില്ല, കാര്യം പ്രിയം ഇങ്ങോട്ടുണ്ടെന്നല്ലോ അറിയോ. അപ്പൊ എന്ത് വിളിക്കും? അപ്പൊ കേട്ടറിഞ്ഞൊരു കാര്യമുണ്ട്, സുന്ദരനാണ് എന്നറിയാം. അപ്പൊ അതൊരു മനഃശാസ്ത്രപരമായ സംബോധനയും കൂടിയാണ്. കാര്യം കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത, കല്യാണം നിശ്ചയിച്ച ഒരു രാജകുമാരി ഒരു പുരുഷനെ സുന്ദരാന്ന് വിളിച്ചിട്ട് ബാക്കി പറയാൻ ശ്രമിക്കുമ്പോൾ നാട്ടിലുണ്ടാവില്ലേ ബാക്കി കേൾക്കാൻ ആർക്കെങ്കിലും. അപ്പം അതുകൊണ്ട് ഭുവനസുന്ദര, ലോകത്തിലെ ഏറ്റവും സുന്ദരനായിട്ടുള്ള അങ്ങ് കേൾക്കൂ എന്ന് പറഞ്ഞു. നിരന്തരമായിട്ട് അങ്ങയെക്കുറിച്ച് കേട്ടിട്ട് അപ്പം ലജ്ജ പോലും ഇല്ലാതെ ഞാൻ പറയട്ടെ, എൻ്റെ മനസ്സ് അങ്ങയിലേക്ക് വന്ന് പതിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങയിലേക്ക് വന്ന് പഠിച്ചിരിക്കുന്നു എന്ന് പറയും. ലജ്ജയില്ലാതെ എന്ന് പറയാൻ കാര്യം, സാധാരണ ഈ കല്യാണം നിശ്ചയിച്ചൊരു പെൺകുട്ടിക്കിനെ വേറെ ആൾക്ക് അത്താഴ്ച വിളിച്ചിട്ടാൻ പാടുണ്ടോ? പക്ഷേ എനിക്ക് ഇത് പറയേണ്ട നിർത്തില്ല. കാരണം ഈ കല്യാണം നിശ്ചയിക്കുന്നതിന് മുമ്പ് എൻ്റെ മനസ്സ് അങ്ങയിലേക്ക് വന്ന് പതിച്ച് കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഞാനിത് പറയാൻ നിർബന്ധിച്ചിരിക്കുകയാണ്. എനിക്കൊരു ലജ്ജയില്ല എന്ന് പറയാൻ. ഇനി അടുത്തായിട്ട് പറയാണ്, കല്യാണം കഴിക്കുമ്പോൾ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ചില യോജിപ്പുകളൊക്കെ ഉണ്ടാവണം എന്നുള്ളത് പ്രസിദ്ധമാണ്. ആ യോജിപ്പുകളൊക്കെ നമ്മൾ തമ്മിലാണെന്നും ശിശുപാലനും ഞാനും തമ്മിലല്ലെന്നും ഞാൻ വിചാരിക്കുന്നു. എന്തൊക്കെ കാര്യത്തിലാണ് യോജിപ്പുണ്ടാവുന്നത്? കുലം, ശീലം, രൂപം, വിദ്യ, വയസ്സ്, ഇതൊക്കെ ഏകദേശം ഒരുപോലെ ആവണ്ടേ? ഇതൊക്കെ ഞാൻ കുറേ കാലം മുമ്പൊക്കെ, 4-5 കൊല്ലം മുമ്പൊക്കെ നല്ലോണം വിശദീകരിച്ച് പറയാറുണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പം ഇതൊക്കെ ചുരുക്കുകയാണ്. കാരണം ഇതിപ്പോൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഒരേ കുലത്തിന്റെ കല്യാണം കഴിക്കണമെന്ന് ഇപ്പം ആൾക്കാർക്ക് വിചാരമുണ്ടോ? വയസ്സിൻ്റെ കാര്യത്തിൽ ആർക്കാ വയസ്സ് കൂടേണ്ടത്? ആർക്കാ കൂടേണ്ടത്? നിങ്ങൾ കല്യാണം കഴിക്കും, നിങ്ങളുടെ അഭിപ്രായം കുട്ടികളോട് ചോദിച്ചു. അവരുടെ അഭിപ്രായമൊക്കെ പറയുമ്പോൾ പോകും. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതങ്ങനെയാണ് കാര്യം. കാരണം യുവജന ഹൃദയം സ്വതന്ത്രമാണ് അവരുടെ കാമ്യ പരിഗ്രഹയിൽ. അതിനർത്ഥം ഒരു യുവാവിൻ്റെ, ഒരു യുവതിയുടെ ഹൃദയം, അവ മനസ്സ് സ്വതന്ത്രമാണ്. സ്വതന്ത്രമാണെന്ന് നിർബന്ധിക്കാൻ പറ്റില്ല. ഒരു സ്വതന്ത്ര വ്യക്തിയാണ്. അപ്പോൾ താല്പര്യം അവരെ സ്വീകരിക്കാം. പഴയ കാലത്തെ സമ്പ്രദായത്തെ കുറിച്ച് മനസ്സിലാക്കാനല്ലാതെ പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഏതായാലും പറഞ്ഞു, ഈ യോജിപ്പുകളൊക്കെ നമ്മൾ തമ്മിലാണ് ഉള്ളതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി പറയാണ്, രുക്മിണി വളരെ സമർത്ഥമായിട്ടൊരു കാര്യം പറയാൻ പാടില്ല. ഇപ്പൊ കല്യാണം നിശ്ചയിച്ചിരിക്കുന്ന ശിശുപാലൻ എൻ്റെ മനസ്സിൽ എന്താണ് സ്ഥാനം? എൻ്റെ മനസ്സിൽ വാസ്തവത്തിൽ കൃഷ്ണന് എന്ത് സ്ഥാനമാണ് ഉള്ളത് എന്ന് രുക്മിണി പറയാതെ പറയാം. സാമർത്ഥ്യത്തിലാണ് പറയാം. നോക്കാം. അതായത് സിംഹത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു ഇല, സിംഹത്തിന് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. സിംഹത്തിന്റെ മുമ്പിൽ നിന്ന് ആ ഒരു ഇലയെ ഒരു കുറുക്കം കൊണ്ടുപോയാൽ ആരുടെ കുഴപ്പം കൊണ്ടാണ്? ആരുടെ കുഴപ്പം കൊണ്ടാണ്? സിംഹത്തിന്റെ കുഴപ്പമുണ്ട്. സിംഹം കൊള്ളാത്തല്ലേ? സിംഹം നല്ല യോഗ്യതയുള്ള സിംഹമാണെങ്കിൽ, ശക്തിയുള്ള സിംഹമാണെങ്കിൽ കുറുക്കൻ അടുത്തേക്ക് വരുമോ? ഇല്ല.
ഇത്രയും മനസ്സിലായി സന്തോഷം. ഇതുപോലെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. രുക്മിണി പറയാണ്, ഞാൻ സിംഹത്തിന് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഇരയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങയുടെ ഭാര്യയാവാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന ആളാണ്. എന്നെ ശിശുപാലനെ പോലെയുള്ള കുറുക്കന്മാരെ കൊണ്ടുപോയി ശരിക്കും ആക്കാ കുഴപ്പം, അങ്ങനെയാണ് കുഴപ്പം. അതുകൊണ്ട് അങ്ങേക്ക് മോശം വരണമെങ്കിൽ എന്നെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളൂ എന്ന് അങ്ങോട്ട് പറയാണ്. ഇതാണ് സാമർഥ്യം. അപ്പോൾ ഇതെന്തൊക്കെ പറഞ്ഞു രുക്മിണി? എൻ്റെ മനസ്സിൽ അങ്ങേക്കുള്ള സ്ഥാനം സിംഹം, ശിശുപാലനോ കൊടുക്കാൻ. കേൾക്കുമ്പോൾ നല്ല സന്തോഷം ഉണ്ടാവില്ലേ കൃഷ്ണന്? അല്ല ഏറെ അത് പറഞ്ഞു. ഇനി അടുത്തതായിട്ട് രുക്മിണി പറയാണ്, ഭഗവാൻ അങ്ങനെ കല്യാണം കഴിക്കാൻ വരും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്താ അങ്ങനെ വിചാരിക്കാൻ കാരണം ഞാൻ നിയമങ്ങളൊന്നും തെറ്റി നടന്നിട്ടില്ല, മുതിർന്നവരെ എപ്പോഴും ബഹുമാനിച്ചിട്ടുണ്ട്, ഈശ്വര ഭക്തിയോടുകൂടി ജീവിച്ചിട്ടുണ്ട്. അങ്ങനെയെല്ലാമുള്ള നിയമം തെറ്റിക്കാതെ ധാർമ്മികമായി ജീവിച്ചിട്ടുള്ള എൻ്റെ ഒരു അടിസ്ഥാനപരമായ ആഗ്രഹമല്ലേ ഇത്. അത് സാധിക്കാതെ പോകില്ല. അതെന്തായാലും നടക്കും ഞാൻ വിചാരിക്കുന്നു. നടക്കും, അന്ന് വരും, ഞാൻ അങ്ങനെ ഭാര്യയായി തീരും. ഓഫീസ് പറയേ. ഇനി എപ്പോഴാണ് കല്യാണം? മനോഹരമായി ഘട്ടം ഘട്ടമായിട്ട് പുരോഗമിക്കുന്ന ഒരു സന്ദേശമാണ്. എപ്പോഴാണ് കല്യാണം? ഒരുപാട് സമയമൊന്നുമില്ല ആലോചിക്കാൻ. നാളെയാണ് കല്യാണം. അതുകൊണ്ട് എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് ഈ ബ്രാഹ്മണനെ കണ്ടാൽ അധികമൊന്നും സംസാരിക്കാനും പറയാൻ വെക്കേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ കയറി ഇങ്ങോട്ട് വന്നിട്ട് മാം രാക്ഷസേന വിധിരാശുൽക്കാം, അങ്ങ് എൻ്റെ കൊട്ടാരത്തിലേക്ക് വന്ന് എൻ്റെ ബന്ധുക്കളൊക്കെ നോക്കി നിൽക്കുമ്പോൾ അവരെയൊക്കെ വെല്ലുവിളിച്ച് ആവശ്യമെങ്കിൽ അവരോട് യുദ്ധം ചെയ്ത് എന്നെ തട്ടിക്കൊണ്ട് പോണേ എന്ന് അങ്ങോട്ട് പറയാൻ. അതാണ് ഇരിക്കട്ടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മളിപ്പോൾ പലരും പറയാറുണ്ട്, ഇപ്പോൾ പോലും പറയാറുണ്ട്, കൃഷ്ണൻ 16 വയസ്സിന്റെ കല്യാണം കഴിച്ച് കളഞ്ഞു എന്ന് പറയാറുണ്ട്. കുറച്ച് മോശമായിട്ട് പറയും. അപ്പൊ എന്തിനാ പറയേണ്ട ആവശ്യം? ഒന്നാമത്തെ കല്യാണം എങ്ങനെയാണ്? ഒരു പെൺകുട്ടി ഇങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും എന്നെ തട്ടിക്കൊണ്ടുപോകുന്നൊക്കെ പറയുമ്പോൾ അത് തട്ടിക്കൊണ്ടുവരാൻ ഭഗവാന് കഴിവുണ്ടായിരുന്നു. അതൊരു അത്യാവശ്യമായിട്ട് ഭഗവാൻ തോന്നി. എല്ലാവരും കഴിച്ചു കൊടുക്കും. അതെന്താ കുറ്റം പറയേണ്ട ആവശ്യം? ശരിയാണ്, ബലാത്കാരമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, തട്ടിക്കൊണ്ടുവന്നതാണെങ്കിൽ ശരിയാണ്, മോശമായി പോയി എന്ന് പറയാം. ഇനി നാളെ മുതലുള്ള കല്യാണങ്ങളൊക്കെ കേൾക്കാൻ വരും. നാളെ രാവിലെ വേറെ തിരക്കൊന്നുമില്ലെങ്കിൽ 8 മണിക്കുള്ള പ്രഭാഷണം കേൾക്കാൻ വരും. ഭഗവാൻ എത്ര കല്യാണമാണ് കൃത്യമായിട്ട് വിധിപ്രകാരം കഴിച്ചതെന്ന് ചോദിച്ചാൽ ആചാര്യന്മാരെ പറയാറുണ്ട്, 8 കല്യാണമാണ് ഭഗവാന്റെ കൃത്യമായ കല്യാണം. 16,000 കല്യാണം ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് കഴിക്കേണ്ടി വന്നതാണ്. 8 ഭാര്യമാരുണ്ട്. അതിലൊന്നാണ് രുക്മിണിയുടെ കല്യാണം. ബാക്കി 7 നടത്താനിരിക്കുന്നു. മറ്റേ നാളെ രാവിലെ അതിനും വേണം ഘോഷയാത്ര, അതിനും വേണം ഗംഭീരമായ ഘോഷയാത്ര, അതിനും വേണം രുക്മിണി എടുക്കാൻ വേണ്ടിയിട്ട്. എന്താ വേണ്ടേ? ഇത് മാത്രം മതിയോ? തീർച്ചയായിട്ടും നാളെ വന്നതാണ്. എല്ലാ കല്യാണവും വളരെ ഗംഭീരമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കല്യാണത്തിൻ്റെ ഒക്കെ പുറകെ ഒരു കഥകളുണ്ട്, ഒരു സംഭവമുണ്ട്. വെറുതെ കാമം കൊണ്ട് മാത്രം ഭഗവാൻ ഒരു കുട്ടിയെയും തട്ടിക്കൊണ്ടുവന്നില്ല. ഇതിനൊക്കെയുള്ളതാണ്. അപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ നമുക്കിത് പറയാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ്. അങ്ങോട്ട് അതിക്രമിച്ചിട്ട് ഒരു കല്യാണം കഴിച്ചില്ല. ഓരോന്ന് സംഭാവനയായിട്ട് കിട്ടിയതാണ്, ചില സംഭവമായിട്ട് ബന്ധപ്പെട്ട് കിട്ടിയതാണ്. ഇതിനൊക്കെയാണ് കഥ. ശരി, ഏതായാലും പറഞ്ഞു അങ്ങനെ തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞു. ഇനി അങ്ങനെ എങ്ങനെ മനസ്സിലാക്കും? മുമ്പ് കണ്ടിട്ടുണ്ടോ? മുമ്പ് കണ്ടിട്ടില്ല. അതുകൊണ്ട് എന്നെ മനസ്സിലാക്കാൻ അങ്ങനെ സാധിക്കുമെന്ന് വെച്ചാൽ അറിയില്ല. അങ്ങനെ വരുമ്പോൾ ആരെങ്കിലും വന്നിട്ട് രുക്മിണിയാണോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും ഉണ്ടോ? അല്ലാന്ന് പറയുന്നു. ഭഗവാൻ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ തന്നെ രുക്മിണി കൊണ്ട് കയറി പോയാലേ എനിക്കാണ് നഷ്ടം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അങ്ങേക്ക് എന്നെ കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. കല്യാണ സദസ്സിലേക്ക് വന്നാൽ അതിലും ഞാൻ വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കാര്യം ചിന്തിച്ച് വെച്ചിരിക്കുകയാണ്. എന്നെ കൊണ്ട് നടപ്പിലാക്കേണ്ട കാര്യമുള്ളത്. രുക്മിണി പറഞ്ഞു, അന്ന് വരേണ്ടത് കൊട്ടാരത്തിലേക്കല്ല, മറിച്ച് ക്ഷേത്രത്തിലേക്കാണ്. അടുത്തൊരു പാർവതി ക്ഷേത്രമുണ്ട്. ആ പാർവതി ക്ഷേത്രത്തിലേക്ക് വന്നാൽ എന്നെ കണ്ടുപിടിക്കാം, കല്യാണം കഴിക്കാം. അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ് കണ്ടുപിടിക്കാൻ. അമ്പലത്തിലാവുമ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസം അമ്പലത്തിൽ പോയില്ലേ, ഇപ്പോഴും ഇല്ലേ ആൾക്കാരൊക്കെ കൂട്ടിയിട്ട്. അങ്ങനെ പോകുമ്പോൾ എൻ്റെ കൂടെ പ്രായം കൊണ്ട് മുതിർന്നവർ മാത്രമേ ഉണ്ടാവൂ, സുമംഗലകളായ സ്ത്രീകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്കിടയിൽ നിന്നും അങ്ങേക്ക് എന്നെ പ്രായം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അവിടുത്തെ വേണം കൊണ്ടുപോകാൻ. ഇതൊരു സാമർത്ഥ്യം നോക്കും. നമ്മളിപ്പോൾ ഈ മംഗളം പാടുമ്പോൾ നമ്മൾ കേൾക്കും, വൈദഗ്ധ്യ രുക്മിണി വേണ്ട പോലെ വൈദഗ്ധ്യം കാണിച്ചു എന്ന് പറയും. ഇതൊക്കെയാണ് വൈദഗ്ധ്യം, ഇതൊക്കെയാണ് സാമർത്ഥ്യം കാണിച്ചത്. ഏതായാലും ഇത്രത്തോളം പറഞ്ഞപ്പോൾ ഭഗവാൻ ആദ്യമായിട്ട് ചോദിക്കുക, ഇനി ഇതൊക്കെ പറഞ്ഞു, ഇനി അഥവാ ഭഗവാൻ വരുന്നില്ലെങ്കിലോ? അത് പറയണ്ടേ?
കാരണം ഭഗവാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ നീ ആവശ്യമുള്ളപ്പോൾ വിളിച്ചോളൂ, ഞാൻ വന്ന് രക്ഷിക്കാം, അല്ലെ ഞാൻ വന്ന് നിന്നെ കൊണ്ടുപോരാം എന്ന് പറഞ്ഞിട്ടില്ല. ഇവർ തമ്മിൽ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല, വാക്കും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഭഗവാന് താല്പര്യമില്ല എങ്കിൽ ഞാൻ എന്ത് ചെയ്യും? അതുകൂടി പറയാം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. അതിങ്ങനെയാണ് രുക്മിണി പറഞ്ഞു, ഭഗവാൻ അന്ന് വരുന്നില്ലെങ്കിൽ 100 ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാലും മറ്റൊരു കല്യാണം ഞാൻ കഴിക്കില്ല. അങ്ങേ തന്നെ കാത്തിരിക്കും, അങ്ങേ തന്നെ കാത്തിരിക്കും വർഷങ്ങളോളം അഥവാ ജന്മങ്ങളോളം. ഏതെങ്കിലും ഒരു ജന്മത്തിൽ അങ്ങേ കിട്ടില്ലേ? അങ്ങനെ കിട്ടുമ്പോൾ മതി എനിക്ക് കല്യാണം. അതിന് ഒരു പെൺകുട്ടി എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരുപാട് നിർബന്ധങ്ങളുണ്ടാകും. പലരും കല്യാണം നിർബന്ധിക്കും. അങ്ങനെ വരുമ്പോൾ നിർബന്ധം സഹിക്കാൻ വയ്യാതാവുമ്പോൾ ഞാൻ വ്രതങ്ങൾ അനുഷ്ഠിച്ച് ശരീരത്തിൻ്റെ ഭംഗിയൊക്കെ തടഞ്ഞ് ഒരു വെല്ലും തോലും മാത്രമായി തീരും. അങ്ങനെ 1-2 ജന്മങ്ങളല്ല, 100 ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാൽ അങ്ങല്ലാതെ മറ്റൊരു ഭർത്താവിനെ ഞാൻ ചിന്തിക്കുക പോലുമില്ല. ഇതല്ലേ വാസ്തവത്തിൽ പ്രണയം. ഇവർ തമ്മിൽ കണ്ടിട്ടുണ്ടോ ഇതുവരെ? ഇവർ തമ്മിൽ ഇതുവരെ എവിടെയെങ്കിലും പാർക്കിൽ പോയി എടുത്തിട്ടുണ്ടോ? ഇവർ തമ്മിൽ കാപ്പി കുറിച്ചിട്ടുണ്ടോ? ഒന്നിച്ച് ഒന്നുമില്ല. പക്ഷേ യഥാർത്ഥമായിട്ടുള്ള സ്നേഹം എന്ന് പറയുന്നത് ശരീരത്തോട് തോന്നുന്ന ഒരു അഭിനിവേശമേ അല്ല. പലപ്പോഴും നമ്മൾ ഇന്ന് കാണുന്നതാണ് പ്രണയം എന്ന് പറഞ്ഞാൽ 2-4 ദിവസം, ഇല്ലെങ്കിൽ 5-6 മാസം, ഇല്ലെങ്കിൽ 1-2 കൊല്ലം ഒരാളുണ്ടാവും. എന്നിട്ടോ കുറച്ച് ദിവസം കഴിയുമ്പം അയാളില്ല, വേറൊരാള്, അവളല്ല വേറൊരാൾ. അതിനൊരു വാക്ക് പറയാം, ബ്രേക്കപ്പ്. ഇത്രയേ ഉള്ളൂ പ്രണയം എന്ന് പറയുന്നത്. അപ്പോൾ ആലോചിച്ച് നോക്കൂ, ഇങ്ങനെയാണോ വാസ്തവത്തിൽ പ്രണയം എന്ന് പറഞ്ഞാൽ? ഇനി 4-5 വർഷം ഇതൊക്കെയാണ് കേൾക്കേണ്ടത്. അല്ലാണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കൃഷ്ണൻ കല്യാണം കഴിക്കില്ലേ ഭഗവാനെ എപ്പിടിയെന്ന് സംശയമൊന്നും ആർക്കുമില്ല. ഈ കല്യാണത്തിൽ പങ്കെടുക്കുമ്പോൾ വാസ്തവത്തിൽ ഭാരതീയമായ ദാമ്പത്യ ജീവിതത്തിൻ്റെ മഹത്വം എന്താണ്, എങ്ങനെയാണ് ജീവിതം വേണ്ടത്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ്. നോക്കൂ, 4-5 വർഷമൊക്കെ പ്രണയിച്ചിട്ടും കിട്ടാതായി പോകുമ്പോൾ നമ്മൾ ഇന്ന് കാണുന്നത് എന്താണ്? പെട്രോൾ ഒഴിക്കുന്നു, തീ കൊടുക്കുന്നു, പ്രതികാരം ചെയ്യുന്നു, ഇതൊക്കെയല്ലേ കാണുന്നത്. അപ്പോഴാണ് ഇവർ ഒരു വാക്ക് പോലും ഇതുവരെ പറഞ്ഞിട്ടില്ല. അവിടെയാണ് നമ്മൾ ആശാന്റെ മനോഹരമായിട്ടൊരു വരി ആലോചിക്കേണ്ടത്. മാംസനിബദ്ധമല്ല രാഗം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ശരീരത്തോട് തോന്നുന്ന ഒരു അഭിനിവേശമല്ല വാസ്തവത്തിൽ പ്രണയം. യഥാർത്ഥമായ പ്രണയമാണെങ്കിൽ ഒന്നും എതിര് പറയാതെ കഴിച്ചു കൊടുക്കൂ, നന്നായിട്ട് ജീവിക്കട്ടെ. പക്ഷെ അത് യഥാർത്ഥമായ പ്രണയമാണോ അല്ലേ എന്ന് ഉറപ്പുവരുത്തണം. ഇന്ന് വിഷയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ രൂപം മാറിയ കാമമാണ് സ്നേഹമായിട്ട് ഫീൽ ചെയ്യുന്നത്. ഉള്ളിലുള്ളത് പല സങ്കല്പമായിരിക്കും. ശരീരത്തോടുള്ള താല്പര്യവും എന്ത് ചെയ്യും? ശരീരത്തോടുള്ള താല്പര്യം കുറയുമ്പോൾ പ്രണയവും നോക്കും. അപ്പോൾ പ്രണയമാണെന്ന് പറയുമെങ്കിലും ഉള്ളിലുണ്ടായിരിക്കുക കാമമായിരിക്കും. ഈ കാമത്തെ പ്രണയത്തിൻ്റെ തൊലിയിൽ പൊതിപ്പിച്ച് അവതരിപ്പിക്കാൻ, അതാണ് തെറ്റ്. അപ്പോൾ അത് തിരിച്ചറിയാൻ സ്ത്രീക്കായാലും പുരുഷനായാലും കഴിവുണ്ടായിരിക്കണം. വ്യക്തിത്വം കണ്ടിട്ട് ആരാധന തോന്നി, ആകർഷണം തോന്നിയിട്ടാണെങ്കിലും ഒന്നും സംശയിക്കേണ്ടതില്ല. ഞാൻ വേറൊരു ചോദ്യം ചോദിക്കട്ടെ, ഭഗവാന്റെ കല്യാണം നമ്മളിങ്ങനെയൊക്കെ നടത്തുമെങ്കിലും നമ്മളെ കുടുംബത്തിലൊരു കുട്ടി ഇങ്ങനെ പോയാൽ ഇഷ്ടമാകുമോ? അനുസരിച്ചു ഭഗവാൻ എന്താ ചെയ്തത്? ഭഗവാന്റെ കല്യാണം നിശ്ചയിക്കുമ്പോൾ ഭഗവാൻ കല്യാണത്തിന് വേണ്ടി ഇപ്പം പറയും പുറപ്പെടും, വിദർഭയിലേക്ക് പോകും. ആരോടെങ്കിലും ചോദിച്ചോ? ഭഗവാൻ ബലരാമൻ അവിടെയുണ്ട്, ഉഗ്രസേനനുണ്ട്, ഇവരോടൊക്കെ പറഞ്ഞൂടെ? ഒരാളോട് പോലും പറഞ്ഞിട്ടില്ല കല്യാണം കഴിക്കാൻ പോകുമ്പോൾ. ബലരാമനോട് പറഞ്ഞിട്ട് പോയാൽ പറയാം, ആരോടും പറഞ്ഞില്ല. പറഞ്ഞ താല്പര്യം എന്താണ്? നമ്മളിതിനെ പലതരത്തിൽ ചിന്തിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ വിവാഹ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം സ്ത്രീ പുരുഷന്മാരുടെ മനസ്സിൻ്റെ ഐക്യം തന്നെയാണ്. ആ മനസ്സിൻ്റെ ഐക്യമാണ് യഥാർത്ഥമായിട്ട് വേണ്ടതെന്നും ഉള്ളതെന്നും വിചാരിച്ചാൽ അത് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് കുറഞ്ഞു പോകില്ല. അതെപ്പോഴും ഓർമ്മിക്കേണ്ടതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ സ്നേഹം. ശരി, ഭഗവാൻ വളരെ വേഗം അവിടുന്ന് പുറപ്പെടുന്നു. അടുത്ത രംഗം വിദർഭ രാജധാനി. അതിഗംഭീരമായിട്ട് ഒരുക്കി വെച്ചിരിക്കാൻ തോരണങ്ങൾ, മാലകൾ ചാർത്തിയിട്ടുണ്ട്, ആഘോഷങ്ങൾ ജനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. കാരണം രാജകുമാരിയുടെ കല്യാണമാണ്, ഒട്ടും കുറവില്ല എന്നർത്ഥം. അതിഗംഭീരമായിട്ട് പാട്ടും നൃത്തവും ബഹളമൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. നഗരം ഒരു ആഘോഷത്തിൻ്റെതായ രാവിലേക്കാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇറങ്ങുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും അവിടെയുള്ള ആൾക്കാരൊക്കെ പറയുകയാണ്, ഈ കൃഷ്ണനല്ലേ നമ്മുടെ രുക്മിണിയെ കല്യാണം കഴിക്കേണ്ടത്. കാരണം അവർ മുമ്പ് രുക്മിണിയെ കണ്ടിട്ടുള്ളവരാണ്, ഇപ്പോഴിതാ കൃഷ്ണനെ കാണുന്നു. അവർക്ക് തോന്നുകയാണ് ഇവർ തമ്മിലാണ് കല്യാണം കഴിക്കേണ്ടത്. അവർ പറഞ്ഞു, ജനങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള കല്യാണം നടന്നു കിട്ടിയാൽ ഭാഗ്യമായിരുന്നു എന്നൊക്കെ. ഇതൊക്കെ ലക്ഷണങ്ങളാണ്. ശരി, ഇതൊക്കെ പുറത്ത് നടക്കാം. കൊട്ടാരത്തിനകത്ത് രുക്മിണി എന്താ അവസ്ഥ? രുക്മിണിയെ ആൾക്കാരെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു, കണ്ണെഴുതുന്നു, പൊട്ടുകൊടുക്കുന്നു, മുടി വീണ്ടി കിട്ടുന്നു, വസ്ത്രങ്ങൾ, ഈ ബഹളമാണ്.
ഇതൊക്കെ ചെയ്യുന്ന മുതിർന്ന സ്ത്രീകളുണ്ട് പലരും. അവരൊക്കെ ഇങ്ങനെ തമാശ പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. പക്ഷേ രുക്മിണിയുടെ മനസ്സ് ഒരാളോട് പോലും ഒന്നും പങ്കുവയ്ക്കാൻ കഴിയാതെ ഈ സംശയങ്ങളുടെ പെരുമ്പറകൾ ഉള്ളിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കാൻ. എന്തൊക്കെയാ സംശയം? ആകപ്പാടെ പ്രതീക്ഷയുള്ളത് ആ ബ്രാഹ്മണൻ മാത്രമാണ്. അദ്ദേഹം പോയിട്ടുണ്ട്, കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ടാവോ, കാര്യം പറഞ്ഞിട്ടുണ്ടാവോ, കൃഷ്ണൻ മനസ്സിലായിട്ടുണ്ടാവോ, പുറപ്പെട്ടിട്ടുണ്ടാവോ, വരുവോ, എത്തുവോ, കാണുവോ, കല്യാണം നടക്കുവോ, ഒന്നിനു പോലും ഒരു ഉത്തരവില്ല. ത്രിയാമന്തരിത, അല്പം കഴിഞ്ഞാൽ ഞാൻ മറ്റൊരാളുടെ ഭാര്യയായി തീരും. പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടോ? ഇങ്ങനെ ചിന്തിച്ച് എന്ത് വേണമെന്നറിയാതെ ആശങ്കയോടുകൂടി ഇരിക്കുന്ന രുക്മിണി. ആ രുക്മിണിയോട് ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്നും രുക്മിണി അറിയുന്നില്ല. എന്തൊക്കെയോ ഭാര്യ പൂജക്കുണ്ട്, പുകയൊടി നടക്കാൻ തോളത്തെറ്റി വിളിച്ചു, എഴുന്നേക്കാൻ പറഞ്ഞു. രുക്മിണി അവിടെ യാന്ത്രികമായിട്ട് എഴുന്നേറ്റു. മുതിർന്ന സ്ത്രീകളെ ഇങ്ങനെ നടത്തി കൊണ്ടുപോകണം രുക്മിണിയെ. അങ്ങനെ കൊണ്ടുപോയി ഭഗവതി ക്ഷേത്രം, പരമശിവനും ഭഗവതിയും ഗണപതി സുബ്രഹ്മണ്യനൊക്കെ ഇരിക്കുന്ന പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഗംഭീരമായുള്ള ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുകയാണ് രുക്മിണി. ഇത് പ്രാർത്ഥിച്ചു, ഭഗവാൻ കൃഷ്ണൻ എൻ്റെ ഭർത്താവായി വരയണമേ എന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അനേകം രാജാക്കന്മാര്, രാജകുമാരന്മാര് അവിടെ വന്ന് തമ്പടിച്ച് നിൽക്കുകയാണ്. അതായത് അവർക്ക് രാജധാനിയിൽ വരെ കാത്തു നിൽക്കാനുള്ള ക്ഷമയില്ല. ഇവിടെ നിൽക്കുമെന്ന് കാണണമെന്ന മുഖത്തോട് കൂടിയിട്ട് കാത്തു നിൽക്കുന്നു. അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഈ രാജകുമാരിമാരെ കുറിച്ചൊക്കെ ധാരാളം പേര് ഇങ്ങനെ വാഴ്ത്തിപ്പാടും. അതിസുന്ദരി എന്നിങ്ങനെ പറയും. രാജകുമാരിമാരൊന്നും തന്നെ മിക്കവാറും പുറത്തേക്ക് ഇറങ്ങില്ല. അവരുടെ താവളം എന്ന് പറഞ്ഞാൽ അന്തപുരം എന്നൊരു സ്ഥലമാണ്. അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങില്ല പഴയ കാലത്ത്. അപ്പോ ആദ്യമായിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സന്ദർഭമാണ് ഈ രുക്മിണിയെ സംബന്ധിച്ചിടത്തോളം ഈ ക്ഷേത്ര ദർശനം. അപ്പോ അതൊന്ന് കാണാൻ വേണ്ടി കല്യാണം കഴിച്ചിലേക്ക് കുഴപ്പമില്ല, കണ്ടാൽ തന്നെ പുണ്യം വിചാരിച്ചിട്ട് കാത്തു നിൽക്കാൻ രാജകുമാരന്മാർ. അങ്ങനെ കാത്തു നിൽക്കുന്ന രാജകുമാരന്മാർക്കിടയിലേക്കാണ് രുക്മിണി പതുക്കെ പതുക്കെ നടന്ന് ഇറങ്ങി വരുന്നത്. അതിസുന്ദരമാണെന്ന് അർത്ഥം. അതിസുന്ദരമായിട്ട് അരയണ്ണപ്പിടയെ പോലെ അടിവെച്ചടിവെച്ച് നടന്നു വരുന്ന നടന്നു വരാൻ. അങ്ങനെ നടന്നു വരുന്ന രുക്മിണി അങ്ങേക്ക് നോക്കിയിട്ടാണ് നടന്നു വരുന്നത്. എല്ലാവരും രുക്മിണിയെ നോക്കുന്നുണ്ടെന്ന് രുക്മിണിക്ക് അറിയാം. മനസ്സിലാവില്ലേ? എല്ലാവരും രുക്മിണിയെ തന്നെ നോക്കിയിരിക്കുക. അങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് കവി പറയാണ്, അവരുടെ നോട്ടത്തിന്റെ ഭാരം കൊണ്ടാണോ അറിയില്ല രുക്മിണിക്ക് പതുക്കെ നടക്കാൻ പറ്റുന്നുള്ളൂ എന്ന് പറയാം. സംഭവം എന്തെങ്കിലും രുക്മിണി പതുക്കെ നടക്കുന്നു. അങ്ങനെ താഴേക്ക് നോക്കി നടക്കുകയാണ് രുക്മിണി. അപ്പോഴാണ് ഒരിടത്ത് എത്തിയപ്പോ ഇവിടെ ഉണ്ട് കൃഷ്ണൻ എന്ന് ഉറച്ചിങ്ങനെ തോന്നുകയാണ് മനസ്സിൽ. എന്താന്ന് അവൾ പറയാമല്ലോ, ഒരു സിക്സ്ത് സെൻസ് എന്നൊക്കെ പറയില്ലേ, എന്തോ ഒരു അതിശക്തമായൊരു തോന്നലാണ് ഇവിടെ ഉണ്ട് കൃഷ്ണൻ. അങ്ങോട്ട് അങ്ങനെ നോക്കാൻ പറ്റുമോ? പഴയ കാലത്ത് പെൺകുട്ടികൾ എങ്ങനെയാ കല്യാണ സദസ്സിലുണ്ടാവുക? മുഖം താഴ്ത്തിയിട്ടല്ലേ പഴയ കാലത്തെ കല്യാണോ? ഇപ്പോഴത്തെ കാലത്ത് എങ്ങനെയാ വരിക? ഇപ്പോഴത്തെ കാലത്ത് പെൺകുട്ടി ഞാൻ പറയുന്നില്ല, ഏതായാലും താഴേക്ക് നോക്കിയിട്ട് വരുന്ന ആ രുക്മിണി അങ്ങനെ വരുമ്പോ അവിടേക്ക് നോക്കണം തന്നെ ഉള്ളിലേക്ക് തോന്നിക്കൊണ്ടിരിക്കുക. അങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും ഒരു വിദ്യ അങ്ങോട്ട് നോക്കണമല്ലോ, എന്താ ചെയ്യാൻ വേണ്ടി ആലോചിച്ചിരുന്നു. അപ്പോഴാണ് ഈ സ്ത്രീകൾക്ക്, പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ കണ്ടുപിടിക്കാൻ ഒരു പ്രത്യേക സാമർഥ്യമാണ്. എത്ര വലിയ ആൾക്കൂട്ടത്തിനിടയിൽ താൻ ഇഷ്ടപ്പെടുന്ന ഒരു പുരുഷനെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഇത് ഞാൻ പറയുന്നതല്ല, എത്രയോ കവികൾ പറഞ്ഞിട്ടുണ്ട്. ആശാന്റെ ഒരു വരിയുണ്ട്, പാരജിഷ്ടജന രൂപം ഒരുവാൻ നാരിമാർക്ക് നയനം സുസൂക്ഷ്മമാ. ഇഷ്ടപ്പെട്ട പുരുഷൻ ചിലപ്പോൾ സ്ത്രീയെ കണ്ടിട്ടുണ്ടാവില്ല. സ്ത്രീ കൃത്യമായിട്ട് പുരുഷനെ വളരെ വേഗം. സ്ത്രീകളുടെ നിരീക്ഷണ പാഠവും അത്ര കലശലാണ്. അപ്പോ ഇവിടെ രുക്മിണി നടന്നിങ്ങനെ വരുമ്പോൾ ഒന്നുകൂടി മുഖം താഴ്ത്തി. അപ്പൊ ഈ കുറുനിരകൾ എന്ന് പറയില്ലേ, അളകങ്ങൾ, നീളം കുറഞ്ഞ മുടി, ചുരുമുടി താഴേക്ക് കണ്ണിലേക്ക് വന്ന് വീഴുന്നു. അങ്ങനെ വീഴ്ത്തിയതാണ് വാസ്തവത്തിൽ. അങ്ങനെ കണ്ണിൽ വന്ന് വീഴട്ടെ എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ വന്ന് വീണു. അത് മാടി ഒതുക്കാനെന്ന പോലെ ഒന്ന് മുഖമുയർത്തി കൃത്യമായിട്ട് കൃഷ്ണനെ കണ്ടു. എന്തൊരു സാമർഥ്യം നോക്കി. കണ്ടിട്ട് കാര്യം മനസ്സിലാവും ചെയ്യും. എങ്ങനെ മനസ്സിലായിണ്ടാവും? മുമ്പ് കണ്ടല്ലോ? മുമ്പ് കണ്ടിട്ടില്ല, എന്നിട്ടും മനസ്സിലായി. എന്താ കാര്യം? അതാണ് സാമർഥ്യം, അതാണ് ബുദ്ധി വൈഭവം. അതായത് ഈ രുക്മിണി പറഞ്ഞയച്ചിട്ടുള്ള ബ്രാഹ്മണൻ തൊട്ടടുത്ത് നിൽക്കണം. അയാളുടെ മുഖത്ത് ചിരി കണ്ടാൽ അറിയാം, ഞാൻ സാധിപ്പിച്ചു കൊണ്ടുവന്നിരിക്കുന്നു, ഇതാണ് കക്ഷി എന്ന് പറയുന്നത് പോലെയാണ്. കൃഷ്ണന്റെ കാര്യം മനസ്സിലായി, രുക്മിണിക്ക് കാര്യം മനസ്സിലായി. കൃഷ്ണൻ ഓടിക്കൊണ്ട് വന്നില്ല. കാരണം ഈ ബ്രാഹ്മണൻ വന്ന് പറഞ്ഞാൽ ശരിയാണെന്ന് അറിയണ്ടേ? വേഗം കൊണ്ട് കയറി പോലും ഇതാ വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ തട്ടിക്കൊണ്ടുവന്നു പറയില്ലേ? അപ്പൊ ഇത് അറിയാൻ വേണ്ടി അല്പസമയം നിരീക്ഷിക്കുന്നു. അപ്പൊ കാര്യം മനസ്സിലാവുന്നു. രുക്മിണിയുടെ മുഖം കാണുമ്പോൾ, ആ ചിരി കാണുമ്പോൾ കൃഷ്ണൻ കാര്യം മനസ്സിലാവുന്നു. പിന്നെ വളരെ ചടുലമായിട്ടാണ് നിൽക്കുന്നത്. വളരെ വേഗം ഭഗവാൻ ഇങ്ങോട്ട് വരുന്നു, ഈ കൈക്ക് പിടിക്കുന്നു. ഇതാണ് നമ്മുടെ രഥം എന്ന് പറയുകയും കഴിഞ്ഞു. ഏറ്റവും കഴിഞ്ഞു കഴിഞ്ഞു. അവിടെ തമാശയായിട്ട് പറയാറില്ല, കണ്ണും കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയി.
അതുപോലെ നോക്കിയിരുന്നവരൊക്കെ വിദ്യകളാക്കിക്കൊണ്ട് ഭഗവാൻ കൃഷ്ണൻ രുക്മിണിയെ കൊണ്ട് മുമ്പ് കഴിഞ്ഞു എന്നാണ്. അപ്പൊ അവിടെയുള്ള രാജകുമാരന്മാര് വന്നിരിക്കുമോ? അവരൊക്കെ കൂടി ആർത്തി രണ്ടുപേരാണ്. അവർക്കറിയാം കൃഷ്ണൻ വന്നിട്ടുണ്ടെന്നറിയാം, ഈ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ സാധ്യത ഉണ്ടെന്നറിയാം. പക്ഷെ ഇതിപ്പോ അമ്പലത്തിൽ തന്നെ തട്ടിക്കൊണ്ടുവന്ന് ആരെങ്കിലും വിചാരിക്കുമോ? അമ്പലത്തിൽ തന്നെ തട്ടിക്കൊണ്ടുപോകുന്ന ഇതറിഞ്ഞതോടെ ഇത് നേതൃത്വം കൊടുത്ത മൂത്ത സഹോദരനുണ്ട് രുക്മി. അയാൾ പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, കൃഷ്ണനെ കൊന്നിട്ടാണെങ്കിലും ഞാൻ എൻ്റെ സഹോദരിയെ തിരിച്ചു കൊണ്ടുവരും. എന്നിട്ട് പറഞ്ഞ സമയത്ത് കല്യാണം ഞാൻ നടത്തും, ഇല്ലെങ്കിൽ ഞാൻ ഇനി വിദർഭയിലേക്ക് വരില്ല എന്ന് പ്രതിജ്ഞ എടുക്കുകയാണ്. പ്രതിജ്ഞ എടുക്കുമ്പോൾ ചില ഇയാളെ കൊണ്ടുള്ള ഉപദ്രവം തീർന്നു. കാരണം കൃഷ്ണനെ കൊന്നിട്ടുണ്ടോ ഇങ്ങോട്ട് കയറി വരാൻ പറ്റുള്ളൂ. ഏതായാലും അയാൾ പോയി ആവേശത്തോടെ കൃഷ്ണനും രുക്മിണിയും തൊട്ടു പുറകെ രുക്മിണികളെ വളരെ വലിയ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കാൻ. ഭഗവാൻ അവിടുന്ന് തിരിഞ്ഞു എന്നിട്ട് അമ്പ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇവിടുന്ന് അങ്ങോട്ട് അമ്പ ചെയ്യുന്നു. അവസാനം ഇയാളെ പിടിച്ചു, രുക്മിയെ പിടിച്ചിട്ട് തേരിന്റെ ചക്രത്തോട് വലിച്ചു കെട്ടി. എന്നിട്ട് ഒരു ഭാഗത്തെ മീശയും ഒരു ഭാഗത്തെ താടിയും ഇട്ട് കളഞ്ഞില്ല, ഭഗവാനെ വിരൂപനാക്കി കളഞ്ഞു. അപ്പോഴത്തേക്ക് രുക്മിണി ഇറങ്ങി വന്നു. എന്നിട്ട് പറഞ്ഞു, ഇതെന്റെ സഹോദരനാണ്, കല്യാണ ദിവസം തന്നെ ഏട്ടനെ കൊന്നു പേര് ലഭിക്കരുത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ബലരാമസ്വാമി അവിടെ എത്തുന്നു. ബലരാമസ്വാമി പറയുകയാണ്, കൃഷ്ണ ഇങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, ഭാര്യയുടെ സഹോദരനല്ലേ, അവർ ബഹുമാനം കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഉപദേശിക്കുന്നു. അദ്ദേഹം രുക്മി തിരിച്ചു പോകുന്നു. അയാൾ പിന്നെ വിദർഭയിലേക്ക് പോയിക്കാണോ. അയാള് നഗരത്തിന് പുറത്ത് മറ്റൊരു കൊട്ടാരം പണിത് അവിടെയാണ് പിന്നീടുള്ള കാലം താമസിച്ചത്. ഭോജകടം എന്നായിരുന്നു വസ്ത്രത്തിന്റെ പേര്. ഇങ്ങനെ ബലരാമസ്വാമിയും ശ്രീകൃഷ്ണ ഭഗവാനും രുക്മിണിയും കൂടി ദ്വാരകയിലേക്ക് വന്ന് വിധി പ്രകാരം വിവാഹം കഴിക്കുന്നു എന്നാണ് രുക്മിണി സ്വയംവരം എന്ന കഥ. അതിൻ്റെ സാമൂഹ്യവും ഭക്തിപരവും ആധ്യാത്മികവുമായിട്ടുള്ള എല്ലാ വശങ്ങളിലൂടെയും നമ്മളിപ്പോൾ സഞ്ചരിച്ചു കഴിഞ്ഞു. ഇനി നമ്മളിപ്പം ആ അധ്യായം വായിക്കും. അങ്ങനെ വായിക്കുമ്പോൾ അവിടെ വിവാഹത്തിന്റെ ചടങ്ങുകളൊക്കെ നടക്കും. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. എന്ത് പ്രാർത്ഥിക്കണം? ശ്രീകൃഷ്ണ ഭഗവാന്റെയും രുക്മിണിയുടെയും പോലെയുള്ള ഒരു വിവാഹ ജീവിതം എനിക്ക് ഉണ്ടാവണേ എന്ന് എപ്പോഴും എല്ലാവരും പ്രാർത്ഥിക്കാം. ഭഗവാൻ ഭീഷ്മകസുതാമേവം നിർജിത്യഭൂമിവാൻ പുരമാനീയ വിധിവതുപൈരമേ കുരുദ്വഃ. ഭഗവാൻ ഭീഷ്മകസുതാം ഏവം നിർജിത്യഭൂമിവാൻ പുരമാനീയ വിധിവത് ഉപൈരമേ കുരുദ്വഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ. എല്ലാവരും ജപിക്കൂ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഭഗവാൻ ഭീക്ഷ്മകസുതാമേവം നിർജിത്യ ഭൂമിവാൻ പുരമാനീയ വിധിവതുപൈമേ കുരുദ്വഃ. തദാ മഹോത്സവോ നൃണാം യദ്പുര്യാം ഗൃഹേ ഗൃഹേ
അഭൂതാന്യഭാവാനാം കൃഷ്ണേ യദുപദൗ നൃപ നരാനാര്യസ്സമുദിതാ പ്രമൃഷ്ടമണികുണ്ടലാ പാതിവരുഗമുപാജഹ്രുവരയോ ചിത്രവാസസോഹ സവിഷ്ണിവുദ്യുത്തഭിതേന്ദ്രകേതുഭി വിചിത്രമാല്യാംബരരത്നതോരണൈഃ ബഭോ പ്രദദ്വാരുപക്ലപ്തമംഗളൈഃ ആപൂർണകുംഭാകരധൂപദീപകൈഃ സിക്തമാർഗാമദച്ചുഭ്രി ആഹോദപ്രേഷ്ഠഭൂഭുജാ ഗജൈർദ്വാസുപരാമൃഷ്ടരംഭാ പൂഗോപശോഭിതാ പുരുസൃഞ്ജയകൈകേയവിദർഭയതു കുന്തയാ വിധോ മുമുദിരേ തസ്മിൻ സംഭ്രമാൽപരിഭാവദാം രുക്മിണ്യാഹരണം ശ്രുത്വാ ഗീയമാനം തതസ്തതാ രാജാനോ രാജകന്യാശ്ച ബഭൂവർഭൃശവിസ്മിതാഃ ദ്വാരകായാമഭൂദ്രാജൻ മഹാമോദപുരൗകസാ രുക്മിണ്യാരമയോ വേദം ദൃഷ്ട്വാ കൃഷ്ണം ശ്രിയഃ പദിം ദ്വാരകായാമഭൂദ്രാജൻ മഹാമോദപുരൗകസാം രുക്മിണ്യാരമയോ വേദം ദൃഷ്ട്വാ കൃഷ്ണം ശ്രിയഃ പദിം. ശ്രീഹരേ നമഃ. ശ്രീമദ്ഭാഗവതം മഹാപുരാണപാഠം സംഹിതായാം ദശമസ്കന്ധോത്തരാർദ്ധേ രുക്മിണ്യുദ്വാഹോ നാമ ചതുഃപഞ്ചാശത്തമോऽധ്യായः. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. പവനജസ്തുതി പാത്ര പാവന ചരിത്ര രവി സോമവര നേത്ര രമണീയ ഗാത്ര. പവനജസ്തുതി പാത്ര പാവന ചരിത്ര രവി സോമവര നേത്ര രമണീയ ഗാത്ര. സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ. സർവലോകാധാര സമരൈകധീര ഗർവമാനസദൂര കനകാകധീര. സർവലോകാധാര സമരൈകധീര ഗർവമാനസദൂര കനകാകധീര. സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ. പരമേശനുത ഗീത ഭവജലധിമോദ തരണികുല സംജാത ത്യാഗരാജനുത. പരമേശനുത ഗീത ഭവജലധിമോദ തരണികുല സംജാത ത്യാഗരാജനുത. സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ. കൃഷ്ണ കല്യാണ വൈഭോഗമേ. രുക്മിണി കല്യാണ വൈഭോഗമേ. വൈഭോഗമേ.
വൈഭോഗമേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. മംഗളം മംഗളം ലോകനാഥേ, മംഗളം മംഗളം മാരുദേശ, മംഗളം നൽകട്ടെ രഘുപേർക്കും, മംഗളമീവർക്കും നേരിടട്ടെ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, 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 കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. മന്മഥൻ മന്മഥൻ മാരുദേശൻ, കൺമണിയാകിയ രുക്മിണിയെ, സമ്മോദം കേളി കഴിച്ചു വാണു, ചെമ്മേയ മംഗളം നേർന്നിടട്ടെ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. വൈദഗ്ധ്യ രുക്മിണി തമ്പുരാട്ടി, വൈദഗ്ധ്യം കാണിച്ചു വേണ്ട പോലെ, കൈവല്യദാതാവം നന്ദജനേ, കൈവരിച്ചെന്നതു ഭാഗ്യമായി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. പുണ്യം നീയാർജിച്ചു 100 ജന്മം, പുണ്യപുഞ്ചത്തിങ്കൾ മാല ചാർത്താൻ, പുണ്യവും പുണ്യവും സമ്മേളിച്ചു, പുണ്യമുലകിലുയർന്നിടട്ടെ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. പ്രേമത്തോടൊന്നു വിളിച്ചെന്നാകി, ആമയം തീർക്കുവാൻ കൃഷ്ണനെത്തും, പാലം പീഡിച്ചു കരയുന്നോരേ, പാണി പീഡിച്ചവർ പാലിച്ചിടും. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ദുർഗാചരണത്തെ സേവിച്ചപ്പോൾ, ദുർഘടം രുക്മിണിക്ക്, ദുഃഖവിനാശനം കാവർണ്ണന്റെ, ചൊൽക്കൊണ്ട ജായപദത്തെ നൽകി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ. എത്ര ശിശുപാലരും ദയാലും, എത്രയോ നേരിട്ടാലും, അത്ര ഭഗവതി കാരുണ്യത്താൽ ഇത്രലോകത്തിൽ ജയിക്കുവാനും. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അമ്മ കരിഞ്ഞെന്ന സജ്ജനങ്ങൾ അഞ്ചസവീടും പാലിച്ചിടാൻ, നമ്മുടെ സുന്ദര ബ്രാഹ്മണനെ അമ്മ വരുത്തി അയച്ചതല്ലോ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. പാരിന്റെ നന്മയെ പ്രാർത്ഥിക്കുന്ന നാരദൻ കുത്തിക്കൊടുത്തിരിക്ക, ലോകവിമോഹനമായ വേദി ലോകത്തിൽ മംഗളം നേർന്നിടട്ടെ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ആറപ്പൂവാക്കില എന്നിവയും ആനന്ദം ചേർന്ന മേളങ്ങളും, ആനന്ദ നന്ദന കൊട്ടാരത്തിൽ ആഘോഷിക്കപ്പെട്ടു വേണ്ട പോലെ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ, കൃഷ്ണ ഹരേ ജയ
ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ. ആരും പറഞ്ഞല്ലോ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. അന്യോന്യമത്യന്ത പ്രേമത്തോടും അന്യോന്യം സല്ലാപലീലയോടും ധന്യസുദുർലഭ ദാമ്പത്യത്തെ മഞ്ഞിലനുഷ്ഠിച്ചു നീണാൾ. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. ചോറ്റാനിക്കരയമ്പികെ നീ പാരം തുണയ്ക്കണേ ഞങ്ങളെ നീ മാറ്റിത്തക്കൂടാതെ മംഗളത്തെ ഊറ്റം വെടിഞ്ഞെന്നും പാടുവാനായി. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ 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 കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. രമണ മുകുന്ദ മുരാരേ ശരണം തവ ചരണയുഗം. പവന പുരേശ രാധാ കൃഷ്ണ ശരണം തവ ചരണയുഗം. കൃഷ്ണ ശരണം തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം തവ ചരണയുഗം. സാഗരദാ ശിവ ശംഭോ ശങ്കര ശരണം തവ ചരണയുഗം. ശംഭോ ശരണം തവ ചരണയുഗം. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത. ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. ദേവാ ജയ ജയ ഭാഗവത. ുള്ളവർക്ക് പ്രസാദം ഇവിടെ പറഞ്ഞാൽ ലഭിക്കുന്നതായിരിക്കും. ഇറക്കിട്ട് വന്നാൽ എങ്ങനെയാണ് പ്രസാദം വാങ്ങിയിട്ട് പോകാം. ഓരോരുത്തരായിട്ട് വരും.